ഭഗവാനെ ഏറ്റവും ആനന്ദദായകമായ ജീവിത ഭാഗമാണ് രുക്മിണീ സ്വയംവരം എന്ന് പറഞ്ഞു. കാരണം ഭാഗവതം ഒരു ഭക്തനെ പഠിപ്പിക്കുന്ന അനേക വഴികളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഓരോ കഥകളും ഭക്തന് ഭഗവാനെ അറിയാൻ പറ്റുന്ന നിലയിലേക്ക് ഉയരാനുള്ള വഴികളാണ്. അപ്രകാരം നമ്മൾ ചിന്തിച്ചാൽ ജീവൻ പരമാത്മാവിലേക്ക് എങ്ങനെയാണ് വന്നു ചേരേണ്ടത്, അതിന് ജീവൻ എന്ത് ചെയ്യണം? നിശ്ചയമായും ജീവൻ തൻ്റെ ലക്ഷ്യബോധത്തെ ഉറപ്പിക്കണം. ആ ലക്ഷ്യബോധം എന്താ? ഇനി എത്ര ജന്മങ്ങൾ ജനിച്ചാലും ആ ജീവന് പൂർണ്ണമായ ആനന്ദം അനുഭവിക്കണമെങ്കിൽ അതെന്തിൽ ചേരണം? പരമാത്മാവിൽ ചേരണം. ഇവിടെ രുക്മിണിയും അതാണ് ചെയ്തത്. രുക്മിണി ചെയ്തത് എന്താ? എത്ര ജന്മങ്ങൾ വേണ്ടി വന്നാലും ഭഗവാനെ അല്ലാതെ മറ്റൊരാളെ ഞാൻ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് ദൃഢമായ തീരുമാനമെടുത്തു. ഇനി ഇവിടെ ജീവന് എങ്ങനെയാണ് ഇവിടെ ഈ ഭഗവാനെ നേടാൻ പ്രാപ്തമായ അവസ്ഥയിലേക്ക് എത്തിയതെന്ന് ചോദിച്ചാൽ, ഇവിടെ ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലൂടെയാണ് രുക്മിണി ഭഗവാനെ നേടിയത്. ഭക്തിയുടെ ഏറ്റവും ഉയർന്ന തലത്തിലേക്ക് എങ്ങനെയാണ് പ്രവേശിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടെ നവതാഭക്തി എന്നൊരു സമ്പ്രദായമുണ്ട്. ഭക്തി 9 പടികൾ കടന്നാണ് പൂർണ്ണമാകേണ്ടതെന്ന് പറയപ്പെടും. നമ്മുടെ ഈ പുരാണത്തിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഈ പടികളും സംഖ്യകളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. നമ്മൾ ഇന്നാളൊരു കീർത്തനം ചൊല്ലിയപ്പോൾ പറഞ്ഞില്ലേ, എളുപ്പമായുള്ള വഴിയെ ചിന്തിച്ച് 6 പടിയുണ്ട് അല്ലേ. ചിലയിടത്ത് 3 ഉണ്ട്. ഇന്ന് നമ്മൾ തൃശ്ശൂരത്തിൻ്റെ അതാ പറഞ്ഞ് 3 തത്വമുണ്ട്. ഇങ്ങനെ ചിലയിടത്ത് ഈ സംഖ്യകൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും നമ്മൾ ചിന്തിച്ചാൽ 9 പടികളുണ്ട് ഭക്തിയിൽ. മനസ്സിലാകുന്നുണ്ടോ? പടികൾ എപ്പോഴും എന്തിനാണ്? മുകളിലേക്ക് ഉയരാനാണ്. ഇവിടെ മുകളിലേക്കുള്ള ഉയർച്ച മാത്രമേ ഉള്ളൂ. കാരണം ഭക്തൻ ഒരിക്കലും അധപ്പതനത്തെക്കുറിച്ച് ചിന്തിക്കാറില്ല. താഴോട്ടുള്ള ഗതിയെക്കുറിച്ച് ചിന്തിക്കാറുണ്ടോ? ഭക്തൻ ഒരിക്കലും എന്തിനെ ചിന്തിക്കരുത്? താഴോട്ടുള്ള അധോഗതി ചിന്തിക്കരുത്. എപ്പോഴും ഭക്തന് ചിന്തിക്കാൻ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ, ഈശ്വരനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഊർദ്ധഗതിയാണ് ചിന്തിക്കുന്നത്. അപ്പോൾ ഊർദ്ധഗതിയാവണമെങ്കിൽ മുകളിലേക്ക് ഉയരണമെങ്കിൽ 9 പടികളുണ്ട് ഭക്തിയിൽ. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ക്ഷേത്രത്തിൽ പോകുന്നതും വിളക്ക് കത്തിക്കുന്നതും മാത്രമാണ് ഭക്തി എന്ന് ധരിക്കാതിരിക്കാനാണ് ഭാഗവതം ഭക്തിയുടെ വിശേഷമായ തലത്തെക്കുറിച്ച് പറയുന്നത്. ഇവിടെ പ്രഹ്ലാദനാണ് യഥാർത്ഥത്തിൽ ഈ നവതാഭക്തിയെക്കുറിച്ച് പറയുന്നത്. പ്രഹ്ലാദൻ ഭക്തിയെക്കുറിച്ച് പറയും, നവതാഭക്തിയെക്കുറിച്ച് പറയും. ഇത് 18 പുരാണങ്ങളിലും ഇതുണ്ട്. ഇവിടെ ദേവീ ഭാഗവതം എടുത്തു കഴിഞ്ഞാൽ സാക്ഷാൽ പാർവതീ ദേവി തന്നെയാണ് തന്നെ എങ്ങനെയാണ് പൂജിക്കേണ്ടത് എന്ന ചോദ്യത്തിന് മറുപടിയായി ദേവിയുടെ വിശ്വരൂപം കാട്ടിയിട്ട് ദേവി നവതാഭക്തി ദേവന്മാർക്ക് ഉപദേശിക്കുന്നത്. ശിവപുരാണത്തിലാണെങ്കിൽ ശിവൻ ദേവിക്ക് ഉപദേശിക്കുന്നത്. അങ്ങനെ ഓരോ പുരാണത്തിലും ഓരോ രീതിയിലാണ്. ഇവിടെ രാമായണം എടുത്തു കഴിഞ്ഞാൽ ക്രിയാമാർഗം എന്ന മാർഗത്തിലൂടെ അവിടെ രാമൻ ലക്ഷ്മണന് ഉപദേശിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ പുരാണങ്ങളിലും ധന്യഗ്രന്ഥങ്ങളിലൊക്കെ ഭക്തിയുടെ മാർഗങ്ങളിൽ 9 പടികളുണ്ടെന്ന് പറഞ്ഞു. ഈ 9 പടികൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. കാരണം വിശിഷ്യ ഈ 9 പടി അറിഞ്ഞാലേ നമുക്ക് ഭാഗവതത്തിൻ്റെ മാർഗത്തിൽ മുന്നേറാൻ സാധിക്കുകയുള്ളൂ. അവിടെയാണ് ശ്രവണം, കീർത്തനം വിഷ്ണു, സ്മരണം പാദസേവനം, അർച്ചനം വന്ദനം ദാസ്യം, സഖ്യം ആത്മനിവേദനം. ഇതാണ് 9 പടികൾ. മനസ്സിലായില്ല? ഇനി അതിനെ ഒന്ന് നമുക്ക് വിശദീകരിക്കുക. അതിലെ 1ാമത്തെ പടി എന്ന് പറയുന്നതാണ് ഏറ്റവും പ്രധാനം. 1ാമത്തെ പടിയിൽ കാല് ചവിട്ടിയാൽ 2ാമത്തെ പടിയിലേക്ക് 1ാമത്തെ പടി നമ്മൾ എത്തിച്ചോളൂ. ഈ 1ാമത്തെ പടിയിൽ എത്തപ്പെടാനാണ് നമുക്ക് ജന്മജന്മാന്തര പുണ്യേ ഭവേത് എന്ന് പറയും. ജന്മജന്മാന്തര പുണ്യേ ഭവേത് ഇത് ഭാഗവതമൊക്കെ ലഭിക്കുന്നത് ജന്മജന്മാന്തരങ്ങളെ പുണ്യം. അല്ലാതെ നമ്മൾ വിചാരിക്കും ഇന്ന് രാവിലെ ഇരുന്നപ്പോൾ ഇന്ന് യജ്ഞമുണ്ട്, എന്നാൽ പോയി ഇത് കേൾക്കാമെന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാനിവിടെ വന്നതെന്ന് പറയും. അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരി വിളിച്ചത് കൊണ്ട് ഞാൻ വന്നതെന്ന് പറയും. പക്ഷേ ഇതൊന്നുമല്ല. ഇവിടെ വരാൻ വേണ്ടി ഈ തോന്നലുണ്ടാവാനും ഇനി കൂട്ടുകാരി വിളിക്കുമ്പോൾ ഇങ്ങോട്ട് വരണമെന്ന് പ്രേരണ കിട്ടിയപ്പോൾ തോന്നാനും ഒക്കെ കാരണം ജന്മജന്മാന്തരങ്ങളിലായി നമ്മൾ ചെയ്ത പുണ്യത്തിൻ്റെ ഫലമാണ്. മനസ്സിലായില്ലേ? ഇല്ലെങ്കിൽ ഈ തോന്നൽ കിട്ടാത്ത എത്രയോ ആയിരങ്ങൾ വീട്ടിൽ ഇരിപ്പുണ്ട് അല്ലേ? ഈ നാട്ടിൽ ഭക്തരായണം എന്ന് പറഞ്ഞുകൊണ്ട് വിശ്വസിക്കുന്ന എത്ര ആൾക്കാർ, യഥാർത്ഥത്തിൽ ഈ ഭക്തരാണെന്ന് വിശ്വസിക്കുന്ന ആൾക്കാർ മുഴുവൻ വന്നാൽ ഒരുപക്ഷെ ഈ യജ്ഞശാല തികയാതെ വരും. പറഞ്ഞ് മനസ്സിലായില്ലേ? അപ്പോൾ എത്ര വലിയ പ്രേരണ കൊടുക്കാനും എത്ര വലിയ തരത്തിൽ ആൾക്കാരെ ഇവിടെ എത്തിക്കാൻ വേണ്ടി എന്തൊക്കെ പരിശ്രമം നടത്തിയാലും, മനസ്സിലായില്ലേ, ഇവിടെ വന്നവർക്ക് ഭഗവാന്റെ ഭക്തിയിലേക്ക് പ്രവേശിക്കണമെങ്കിൽ അവർക്ക് ജന്മജന്മാന്തര പുണ്യം വേണം. ഇല്ലെങ്കിൽ ഈ യജ്ഞത്തിന് വരാൻ വേണ്ടി എല്ലാവരെയും വരുത്താൻ വേണ്ടിയിട്ടാണ് യജ്ഞത്തിൽ ഇപ്പോൾ പല കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പല കാര്യങ്ങളും അധികമായി ചെയ്തു തുടങ്ങി.
അതിനകത്താണ് സദ്യയും പരിവട്ടങ്ങളും വിശാലമായതൊക്കെ കൊടുത്തു. വന്നാലും അവരെവിടം വരെ വരത്തില്ല, ഇങ്ങോട്ട് വരില്ല, അവിടെ വന്ന് പോകും. കാരണം എന്താ? അവരുടെ ആ പുണ്യഫലം അവരിലേക്ക് വരുന്നില്ല. പിന്നെയോ ഈ ഇന്നിപ്പോൾ നമ്മൾ ആചരിച്ച രുക്മിണീ സ്വയംവര ഘോഷയാത്ര ചടങ്ങുകളുമുള്ള ഇതൊക്കെ പിന്നീട് ഭാഗവത്തിൻ്റെ ഭാഗമായിട്ട്. കാരണം എന്താ? മനുഷ്യർക്ക് കുറച്ച് വൈകാരികമായ ഭാവം കൂടി പ്രകടിപ്പിച്ചാൽ അത് കാണാനെങ്കിലും വരട്ടെ എന്നുള്ള നിലയില്ല. പക്ഷേ അത് കാണാൻ വരുന്നവൻ അത് കണ്ടു കഴിയുമ്പോൾ എന്ത് ചെയ്യും? വൈകാരികതയ്ക്ക് അപ്പുറത്തും വൈചാരികതയിലേക്ക് പോകില്ല. ചെറിയ വ്യത്യാസമുള്ളൂ, ഒരു വാക്കിൻ്റെ വ്യത്യാസം. വൈകാരികത എന്ന് പറഞ്ഞാൽ എന്താ? വികാരങ്ങൾ. വൈചാരികം എന്ന് പറഞ്ഞാൽ എന്താ? വിചാരങ്ങൾ. വികാരത്തിൽ നിന്ന് വിചാരത്തിലേക്ക് പോകണം. മനസ്സിലാവുന്നുണ്ടോ? വികാരത്തിൽ നിന്ന് വിചാരത്തിലേക്ക് പോകാതെ നമ്മളിലേക്ക് ജ്ഞാനം പ്രവേശിക്കില്ല. നമ്മളെപ്പോഴും പ്രധാനം കൊടുക്കുന്നതിനാണ് വികാരത്തിനാണ്. അപ്പം വൈകാരികമായത് പോലും സൃഷ്ടിച്ചത് എന്തിനാ? വൈചാരികതയിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ വൈകാരികത തീരുമ്പോൾ നമ്മൾ പിരിഞ്ഞു പോകും. അപ്പം ജന്മജന്മാന്തര പുണ്യം കൊണ്ടാണ് ഇവിടെ ഒന്നാമത്തെ പടി ശ്രവണം. ശ്രവണം എന്ന് വെച്ചാൽ എന്താ? കേൾക്കുക. ഭക്തിയുടെ ആദ്യത്തെ പടി കേൾക്കുകയാണ്. ഭഗവാനെക്കുറിച്ച് കേൾക്കുക. ഏതൊന്നിനെയാണോ അറിയേണ്ടത് ആ ഒന്നിനെക്കുറിച്ച് ലഭിക്കാവുന്നത്ര അറിവ് നേടുക. അറിവ് നേടാൻ നമുക്ക് 5 ഇന്ദ്രിയങ്ങളുണ്ടെന്ന് നമ്മൾ പലതവണ ചർച്ച ചെയ്തു. ആ 5 ഇന്ദ്രിയങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിവിനെ നേടിത്തരുന്ന ഇന്ദ്രിയം ഏതാ? ചെവിയാണ് അല്ലേ? കേട്ടാണ് നമ്മൾ ഏറ്റവും കൂടുതൽ അറിവിനെ നേടുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? കേൾവി. അതുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ഭാഗവത പാരായണം. മനസ്സിലാവുന്നുണ്ടോ? ക്ഷേത്രത്തിൽ പ്രധാനപ്പെട്ട ചടങ്ങായി ഭാഗവത പാരായണം, നാമസങ്കീർത്തനം, വീട്ടിൽ നമ്മൾ സന്ധ്യനാമങ്ങൾ, ഇതെല്ലാം ഇത് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പണ്ട് കാലത്തൊക്കെ നമ്മുടെ വീട്ടിലെ മുതിർന്ന അമ്മമാരോ മുത്തശ്ശിമാരോ ഒക്കെ പ്രഭാതത്തിലും പ്രദോഷത്തിലും വിളക്ക് കത്തിച്ച് വെച്ച് അല്ലേ അവർ ഭഗവാനെ സ്തുതിക്കുമായിരുന്നു. പ്രഭാതത്തിൽ ആരെയാണ് സ്തുതിക്കുന്നത്? പ്രഭാതത്തിൽ അവർ ഹരിനാമകീർത്തനവും ജ്ഞാനപ്പാനയും ചെല്ലും. പ്രദോഷത്തിലാണെങ്കിൽ ആരെ ചെല്ലും? മന്ത്രം ജപിക്കും. ഇല്ലേ? സന്ധ്യനാമത്തിൽ രാമ രാമ പാഹിമാം എന്ന് ജപിക്കുമായിരുന്നു. അപ്പോൾ 2 പ്രധാനപ്പെട്ട ചൈതന്യ പുരുഷന്മാരാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. ഒന്ന് മഹാവിഷ്ണുവും അല്ലെങ്കിൽ കൃഷ്ണനും, രണ്ടാമത്തത് രാമനും. രാമനും കൃഷ്ണനും ഒരുപോലെ ചേരണം നമ്മുടെ ജീവിതത്തിൽ എന്ന് പറയും. എന്താ കാരണം? രാമൻ ധർമ്മത്തെക്കുറിച്ച് പഠിപ്പിക്കുകയും അവിടെ കൃഷ്ണൻ ധർമ്മത്തെ ആചരിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഒരാൾ ധർമ്മ സംരക്ഷകനാണെങ്കിൽ ഒരാൾ ധർമ്മത്തിൻ്റെ സ്വരൂപനാണ്. അപ്പോൾ ഇത് രണ്ടും ധർമ്മം അറിഞ്ഞ് സംരക്ഷിക്കാൻ പറ്റുന്ന നിലയിൽ എത്താൻ വേണ്ടിയിട്ടാണ് പ്രഭാതത്തിലും പ്രദോഷത്തിലും ദീപം കൊളുത്തുക എന്നതായിരുന്നു. ഇപ്പോൾ പ്രഭാതത്തിലെ ദീപം കൊളുത്തലൊക്കെ നിന്നു. കാരണം എന്താ? നമ്മൾ എഴുന്നേൽക്കുന്നത് മിക്കവാറും സൂര്യൻ ഉദിച്ച് കുറേ കഴിഞ്ഞ് ഏതാണ്ട് 7 മണി 8 മണിയൊക്കെ ആകുമ്പോഴാണ് പല വീടുകളിൽ ഇപ്പോൾ ആൾക്കാർ എഴുന്നേൽക്കുന്നത്. അപ്പോൾ സൂര്യോദയത്തിൻ്റെ സമയത്ത് കൊളുത്തലാണ് പ്രഭാത ദീപം. അപ്പോൾ പ്രഭാതത്തിൽ കൊളുത്തുന്ന ദീപമാണ് ദേവപൂജയ്ക്ക് വേണ്ടിയുള്ളത്. പ്രദോഷത്തിൽ സന്ധ്യാസമയത്തെ ദീപം പിതൃമോക്ഷത്തിനും പിതൃമുക്തിക്കും ഉള്ളതാണ്. മനസ്സിലായില്ലേ? ഈ 2 തരം ദീപം കൊളുത്തലാണ് ഉള്ളത്. അപ്പോൾ ഇവിടെ പിതൃമോക്ഷ ദീപമാണ് രാമമന്ത്രത്തോടു കൂടി ചെയ്യേണ്ടത്. പ്രഭാതത്തിലാണ് ഹരിനാമകീർത്തനത്തിൽ. പണ്ടത്തെ കാലത്ത് നമ്മുടെ മുത്തശ്ശിമാർ, നമ്മുടെ അമ്മമാരൊക്കെ ഈ നാമം ജപിക്കുന്ന ശ്രദ്ധിച്ചാൽ അറിയാൻ സാധിക്കും. അവർ ഉറക്ക നാമം ജപിക്കുമായിരുന്നു അല്ലേ? കുറേ കാലം മുമ്പൊക്കെ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ ഈ നമ്മൾ ഇപ്പോൾ വീട്ടിൻ്റെ അടുത്തൂടെ കിടക്കുന്നതൊക്കെ നാട്ടിലൂടെ പോകുമ്പോൾ റോഡിലൂടെ പോകുമ്പോൾ നമുക്കറിയാം നാമം ജപിക്കുന്ന വീടുകൾ. എന്താ കാരണം? നാമം ജപിക്കുന്ന ഉറക്കം ജപിക്കും. എന്തിനാ ഇവർ ഉറക്കം ജപിക്കുന്ന? ഭഗവാന് കേൾവി കുറവുണ്ടാണോ? എന്തിനാണെന്നറിയോ? അതായത് താൻ നാമം ജപിക്കുന്നതിലൂടെ തനിക്ക് മാത്രമല്ല വീട്ടിലുള്ള മറ്റുള്ളവർ ജപിക്കാതെ മടിപിടിച്ചിരിക്കുന്നവൻ്റെ കാതിലും കൂടെ ഏത് ചെല്ലണം? ഈ നാമം ചെല്ലണം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് പണ്ട് കാലത്ത് ഈ രാമായണവും ഭാഗവതമൊക്കെ വീട്ടുകളിൽ വായിക്കുമായിരുന്നു. അത് ഉറക്ക വായിക്കുമ്പോൾ അത് അവരുടെ കാതുകളിലേക്ക് ചെല്ലണം. ഇപ്പോൾ ഇതെല്ലാം നമ്മൾ കൂലിക്ക് ആളിനെ വെച്ച് വായിക്കുന്ന സമ്പ്രദായത്തിൽ മാത്രം പൈസ കൊടുത്താൽ മതിയല്ലോ, അവർ വായിച്ചോളൂ. മനസ്സിലായില്ലേ? ഇതങ്ങനെയായി മാറി. നമുക്ക് വേണ്ടിയാണ് എന്നുള്ള ബോധം മാറ്റിയിട്ട് ഇപ്പോൾ ഈശ്വരന് വേണ്ടി നടത്തുന്നതാക്കി മാറ്റി. ഇതാണ് ഇപ്പോൾ സംഭവിച്ചത്. അതുകൊണ്ട് എന്തു പറ്റി? ഇതിലുള്ള അറിവുകളൊന്നും നമ്മുടെ ജീവിതത്തിൽ വന്നില്ല. പണ്ട് യഥാർത്ഥത്തിൽ ഇതെല്ലാം അവനവൻ്റെ വീട്ടിൽ അവരവർ വായിച്ചിരുന്ന ഗ്രന്ഥമായിരുന്നു. വളരെ കുറവായിരുന്നു. പണ്ട് ഇവിടെ പ്രായമുള്ള പല ആൾക്കാരും ഇവിടെ ഇരിപ്പുണ്ട്. നിങ്ങൾ ചിന്തിച്ചാൽ മതി. പണ്ട് വർഷത്തിൽ 3-4 ദിവസമൊക്കെ അമ്പലത്തിൽ വായനയുള്ളത് അല്ലേ? ശരിയല്ലേ? അമ്പലങ്ങളിൽ വായനിച്ച ഒന്നിലും ഉത്സവം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു 1-ാം തീയതിയിലൊക്കെയാണ്. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ മിക്കവാറും പാരായണം വീട്. കാരണം എന്താ? വീട്ടിൽ തന്നെ ഇരിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കും, അടുത്ത വായന കേൾക്കാൻ സാധിക്കും. സ്വന്തമായി വായിക്കും, ചിലപ്പോൾ സ്വന്തമായി വായിക്കാറില്ല, മറ്റാരെങ്കിലും കൊണ്ട് വായിപ്പിച്ചിട്ട് കേട്ടുകൊണ്ടിരിക്കും. ഇവിടെ യഥാർത്ഥത്തിൽ ഭാഗവത പാരായണം ഭഗവാന് വേണ്ടി നടത്തേണ്ടതാണോ നമുക്ക് വേണ്ടിയുള്ളതാണോ? എന്താ നമ്മുടെ അഭിപ്രായം? നമുക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ ഇന്നിപ്പോൾ നടത്തുന്നത് എങ്ങനെയാണ്? ഭഗവാന് വേണ്ടിയുള്ളതായി. ഇന്ന് ചില ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അനുഭവസ്ഥമായ ഉദാഹരണം,
ഒരു ക്ഷേത്രത്തിൽ, എനിക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരു ക്ഷേത്രത്തിൽ ഏകദേശം ഒരു 300 ദിവസത്തിനടുത്ത് ഭാഗവത പാരായണം നടക്കുന്ന ക്ഷേത്രമാണ്. മിക്കവാറും ആ നാട്ടിലുള്ള എല്ലാവരും വർഷത്തിൽ 1, 2, 3, ചിലർ എല്ലാ മാസവും പാരായണം നടത്തുന്നുണ്ട്. ജന്മനക്ഷത്രങ്ങളിൽ പാരായണം എന്നുള്ള നിലയിൽ നടത്തുന്ന ആൾക്കാരുണ്ട്. അവരുടെ ജന്മനക്ഷത്രത്തിലെ പാരായണമുണ്ട്. അങ്ങനെ നടത്തുന്ന സ്ഥലമാണ്. മാസത്തിൽ എങ്ങനെ പോയാലും ഒരു 10-20 ദിവസം അവിടെ പാരായണം. ഒരു വർഷം നോക്കിക്കഴിഞ്ഞാൽ ഒരു കുറഞ്ഞതൊരു 300 ദിവസത്തിനടുത്ത്, ഒരു 250-ന് മുകളിൽ 300 ദിവസത്തെ ഭാഗവത പാരായണമുണ്ട്. അവിടെ വെളിയിലൊരു കറുത്ത ബോർഡുണ്ട്. ആ ബോർഡിനകത്ത് ഇന്നത്തെ പാരായണം നടത്തുന്നത് ഇന്ന ആളാണെന്നുള്ള പേരൊക്കെ എഴുതിയിടാറുണ്ട്. അപ്പോൾ ഈ പേരൊക്കെ എഴുതിയിടുന്നത് കൊണ്ടും എൻ്റെ സ്വന്തം നാടായതുകൊണ്ടും അവിടെയുള്ള നാട്ടുകാരെയൊക്കെ നല്ല പരിചയമുള്ളതുകൊണ്ട് ഇവരുടെയൊക്കെ ഒട്ടുമിക്ക ആൾക്കാരുടെ നമ്പരൊക്കെ കയ്യിലുള്ളത് കൊണ്ടും ഞാൻ ഈ പേര് അതിലെ കൂടെ പോകുമ്പം കാണുന്ന ആ വീട്ടിലുള്ളവരെ ചുമ്മാ ഒന്ന് വിളിക്കും. ഒരു പരീക്ഷണം നടത്താൻ വേണ്ടി ഒരിക്കൽ ചിന്തിച്ചതാണ്. അപ്പോൾ അവരെ ഇങ്ങനെ വിളിക്കും. വിളിച്ചിട്ട് ചോദിക്കും, ഇന്ന് കൊള്ളാതെ നല്ല പാരായണം, നല്ല വായനക്കാരായിരുന്നു എന്നൊക്കെ പറയും. എന്താ വിശേഷം എന്നൊക്കെ ചെയ്യും. അപ്പോൾ അവർ പറയും വീട്ടിലെ കൊച്ചിൻ്റെ ജന്മനാളാണ്, അല്ലെങ്കിൽ വിവാഹ വാർഷികമാണ്, അല്ലെങ്കിൽ ആരെങ്കിലും മരിച്ചുപോയ ശ്രാദ്ധമാണ്, ഇങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ പറയും. ഇതെല്ലാം പറഞ്ഞതിന് ശേഷം യഥാർത്ഥത്തിൽ ഞാൻ വിളിച്ചതിൻ്റെ ഉദ്ദേശം ഞാൻ അവരോട് മുന്നിൽ ചോദിക്കും, ഏത് ഭാഗമാണ് ചേച്ചി ഇന്ന് വായിച്ചത്, അല്ലെങ്കിൽ ചേട്ടാ വായിച്ചതെന്ന് ചോദിക്കും. അതറിയത്തില്ല കേട്ടോ. മനസ്സിലായില്ലേ? വഴിപാടായി സമർപ്പിച്ചു, വൈകിട്ട് 2000 1500 രൂപ കൊണ്ടുവന്ന് അവിടെ കൊടുക്കുകയും ചെയ്തു. പക്ഷെ വായിച്ചത് ഏത് ഭാഗമാണെന്ന് അറിയില്ല. മനസ്സിലായില്ലേ? ആർക്ക് വേണ്ടിയാണ് വായിച്ചത്? നമ്മൾ ആലോചിച്ചു നോക്കും. ഞാനൊരു 100-200 ആൾക്കാരെ തന്നെ വിളിച്ചിട്ടുണ്ട്. അതിൽ ആകപ്പാടെ ഒരു തവണ ഒരമ്മ മാത്രമാണ് പറഞ്ഞത് ഇന്ന ഭാഗമാണ് മോനെ വായിച്ചതെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു, അമ്മയ്ക്ക് അതെങ്ങനെ അറിയാം? അത് ഞാൻ വീട്ടിൽ ഭാഗവതമൊക്കെ വായിക്കും. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഭാഗം വായിച്ചത് കേട്ടപ്പോൾ ഞാൻ ചോദിച്ചു, അമ്മ അമ്പലത്തിൽ പോയിരുന്ന് കേട്ടോ? ഇല്ല, പോയിരുന്ന് കേട്ടില്ല, പക്ഷേ ഭാഗം വായിക്കുന്നത് കൊണ്ട് മൈക്കിൽ കേട്ടപ്പോൾ എനിക്കത് മനസ്സിലായി. ഇങ്ങനെ അറിയുന്ന എത്ര അമ്മമാരിന്ന് നമ്മുടെ നാട്ടിലുണ്ട്? അമ്മമാർ മാത്രമല്ല, അമ്മമാർക്ക് മാത്രമുള്ളല്ലോ ഈശ്വരാരാധന, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും എല്ലാം ഒരുപോലെ വേണ്ടതാണ്. അപ്പോൾ ഇത് എത്ര പേരുണ്ട്? നമ്മൾ ഈ പൈസ കൊടുത്ത് നമ്മൾ യഥാർത്ഥത്തിൽ നടത്തുന്നത് ഈ വെറുതെ നമ്മൾ എന്താ പറഞ്ഞാൽ ഒരു ചടങ്ങ് നടത്തലാണ്. ഒരു ഗുണവും നമുക്കതുകൊണ്ട് കിട്ടില്ല. മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ ആരും ഭാഗവത പാരായണം നടത്തരുതെന്നല്ല പറഞ്ഞത്. ആ നടത്തുന്ന ദിവസം ഏതെങ്കിലും ഒരു സമയത്ത് കുറഞ്ഞത് 1 മണിക്കൂർ നേരമെങ്കിലും പോയിരുന്നത് കേൾക്കാൻ നമ്മൾ തയ്യാറാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതെങ്കിലും കേൾക്കുമ്പോഴാണ് നമ്മളിലേക്ക് ആ പുണ്യം വന്നു ചേരുന്നത്. ഇല്ലെങ്കിൽ അത് വെറും വഴിപാടായി അവസാനം വഴിയിലെ പാടായി മാറും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ പല വഴിപാടുകൾ എങ്ങനെ വഴിപാടായി മാറിക്കഴിഞ്ഞു. അപ്പോൾ അങ്ങനെ നടത്താൻ വേണ്ടിയിട്ടുള്ളതല്ല. നമുക്ക് അതായത് എന്താ നമുക്ക് വേണ്ടി ഉള്ളതാണെന്ന് പറയാനുള്ള കാരണം എന്താ? ഭാഗവതം ഭഗവാനെ അറിയാനുള്ള വഴിയല്ലേ, അല്ലേ? അത് ഭഗവാനെ വായിച്ച് കേൾപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? മനസ്സിലായില്ലേ? ഭഗവാന്റെ ചരിതം ഭഗവാനെ അറിയാനുള്ള വഴി ഭഗവാന് വായിച്ച് കേൾപ്പിക്കുക എന്ന് വെച്ചാൽ ഭഗവാൻ മറന്നുപോയ തന്നെ കുറിച്ച് ഇല്ലല്ലോ. അപ്പം നമുക്ക് വേണ്ടിയിട്ടാണ്. ഭഗവാനെ അറിയേണ്ടതാരാ? നമ്മളാണ്. അപ്പം അതുകൊണ്ട് തന്നെയാണ് ശ്രവണത്തിന് വലിയ പ്രാധാന്യം. അതാണ് പണ്ടത്തെ മുത്തശ്ശിമാരൊക്കെ ഉറക്ക നാമം ജപിക്കുന്ന ശീലം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നാമജപം എന്ത് ചെയ്യും? മറ്റുള്ളവരും കേൾക്കും. അതിനെ പിന്തുടർന്നിട്ടാണ് ക്ഷേത്രങ്ങളിൽ കീർത്തനം ഇടുന്നത്. മനസ്സിലായില്ലേ? അല്ല ഭഗവാന് കേൾക്കാതെ രാവിലെയും വൈകിട്ടുമൊക്കെ ഹരിനാമ കീർത്തനം, സന്ധ്യയ്ക്കൊക്കെ നാമജപമൊക്കെ ഇടുന്നതിനാ? ആ കീർത്തനങ്ങൾ കേൾക്കുമ്പോൾ കേട്ട് അറിയാതെ നമ്മൾ മനസ്സുകൊണ്ട് നമ്മൾ ചില കീർത്തനങ്ങൾ നമ്മൾ കൂടെ പാടി ഇല്ലേ, മനസ്സതിലേക്ക് ലയിക്കും. ഇങ്ങനെയൊക്കെ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള ശ്രവണമാണ് ആദ്യത്തെ തുടക്കം എന്ന് പറയാം, കേൾക്കാനുള്ള ഭാഗ്യം. മനസ്സിലായോ? അപ്പോൾ കേൾക്കുക എന്നത് പ്രത്യേകിച്ചും ഈശ്വരനെക്കുറിച്ച് കേൾക്കുക എന്നത് ജീവിതത്തിൽ ലഭിക്കുന്ന, മുമ്പേ പറഞ്ഞു ജന്മജന്മാന്തരേ ഭവേ പുണ്യം എന്ന് പറഞ്ഞു. പിന്നെ രണ്ടാമത്തത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഗുരുകടാക്ഷം കൊണ്ടും ഈശ്വരാനുഗ്രഹം കൊണ്ടും, ഈ 3 കാര്യങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ഭഗവത് ചിന്തയോട് താല്പര്യം ഉണ്ടാവുകയുള്ളൂ. ഒന്നുകിൽ നമ്മൾ ജന്മജന്മാന്തരങ്ങളിൽ ചെയ്തിട്ടുള്ള കർമ്മത്തിൻ്റെ പുണ്യം കൊണ്ടുവരണം, ഇല്ലെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ഏതെങ്കിലും മഹാഗുരുക്കന്മാരെ, മനസ്സിലായില്ലേ, നമ്മുടെ ഭാഗ്യം കൊണ്ട് വന്നു ചേർന്ന് അവർ നമ്മളെ അനുഗ്രഹിക്കണം. ഇല്ലെങ്കിലോ നമുക്ക് ഈശ്വരന് തോന്നുവാണ് ഇവനെ ഒന്ന് ഉദ്ധരിച്ച് കളയാം. മനസ്സിലായില്ലേ? ഭഗവാൻ സ്വയം വിചാരിച്ചിട്ട് ഉദ്ധരിച്ചാലും ആ ഭാഗ്യം ഉണ്ടാവും. നമ്മൾ കാളിദാസനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? കാളിദാസൻ വളരെ മൂഢനായി ജീവിച്ചിരുന്ന ആളാണ്. മരത്തിൻ്റെ അറ്റത്ത് കയറിയിരുന്ന് മരത്തിൻ്റെ ചുവട് മുറിച്ച ആളാണ്. ശിഖരത്തിൻ്റെ തുമ്പത്ത് കയറിയിരുന്ന് ചുവട് മുറിച്ച ആളാണ്. ഒരിക്കൽ അവിടുത്തെ രാജകൊട്ടാരത്തിലെ രാജ്ഞിയെ ഒന്ന് കളിയാക്കണമെന്ന് അവിടുത്തെ മന്ത്രിമാരൊക്കെ തീരുമാനിച്ചു. എന്താ കാര്യം വെച്ചാൽ ഈ മന്ത്രിമാരെന്തു പറഞ്ഞാലും രാജ്ഞിക്ക് വളരെ ബുദ്ധിയുള്ള ആളാണ്. രാജ്ഞി എന്തു ചെയ്യും? അതങ്ങനെയല്ല എന്ന് പറഞ്ഞ് തിരുത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മന്ത്രിമാർക്കൊക്കെ ആരെ ഇഷ്ടമില്ലാതായി ഈ പണ്ഡിതന്മാർക്ക് രാജ്ഞിയെ അതിനുവേണ്ടി എന്ത് ചെയ്തു? രാജ്ഞിയുടെ കല്യാണം കഴിക്കാൻ നല്ല ഉത്തമനായ ഒരു വരനെ കണ്ടുപിടിക്കാൻ രാജാവ് ഏൽപ്പിച്ചു.
ആ രാജാവ് ഏൽപ്പിച്ചോ പണ്ഡിതന്മാർ പറഞ്ഞ് ഞങ്ങൾ കണ്ടുപിടിക്കാം. ഇവരിതൊരു അവസരമാക്കി കണ്ടു. ഇവർ പറഞ്ഞു ഏറ്റവും മൂഢനായ ഒരുത്തനെ അടിയിച്ചൊരുക്കി ഉത്തമനാണെന്ന് പറഞ്ഞു ധരിപ്പിച്ച് ഈ രാജ്ഞിയെ കൊണ്ടുപോകാൻ കഴിപ്പിക്കും. കാരണം എന്താ, ജീവിതകാലം മുഴുവൻ ഞങ്ങളെ ദുഃഖിപ്പിച്ചതിൻ്റെ ദുഃഖം അവർക്ക് കിട്ടണം. കാരണം എന്താ, വിവാഹം കഴിച്ച് വരുന്നവൻ മോശക്കാരനാണെങ്കിൽ ദുഃഖം മുഴുവൻ ജീവിതകാലം ഉണ്ടാവുമല്ലോ. അങ്ങനെ നോക്കുമ്പോഴാണ് ഈ മരത്തിൻ്റെ കൊമ്പത്തിരുന്നു കൊണ്ട് അതിൻ്റെ ചുവട് മുറിക്കുന്ന ഒരാളിനെ കണ്ടു. വിളിച്ചിറക്കി, നീ എന്താ ചെയ്യുന്നത്? ഞാൻ മരം മുറിക്കാന്ന് പറഞ്ഞു. നമുക്കറിയാലോ, കൊമ്പത്തിരുന്നുകൊണ്ട് മുറിച്ചാൽ എന്ത് സംഭവിക്കും? മരം വീഴുമ്പോൾ ആദ്യം വീഴുന്നത് ഇദ്ദേഹമായിരിക്കും. അപ്പോൾ അതുപോലും ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലാത്ത ആളിനെ കൊണ്ടുവന്ന് കുളിച്ച് കുറിയൊക്കെ ഇട്ട് നല്ലതുപോലെ സുന്ദരനാക്കി ആക്കിയിട്ട് നേരെ കൊട്ടാരത്തിൽ കൊണ്ടുവന്നു. നേരെ മന്ത്രിമാർ കണ്ടുപിടിച്ച ആളിനെ വിവാഹം കഴിക്കാൻ അച്ഛൻ ആവശ്യപ്പെട്ടു. ഈ പെൺകുട്ടി വിവാഹവും കഴിച്ചു. ഇത് കഴിഞ്ഞിട്ട് പെൺകുട്ടി ഇദ്ദേഹത്തിനടുത്ത് ആദ്യം സംസാരിക്കുമ്പോൾ ഇദ്ദേഹം രാവണൻ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ രാവണൻ എന്നുച്ചരിച്ചു. അമ്പട രാവണ എന്നുള്ള വാക്ക് ഉച്ചരിച്ചു. അപ്പോൾ രാവണൻ എന്ന വാക്ക് പോലും നേരായി ഉച്ചരിക്കാൻ പറ്റാത്ത ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് ആർക്ക് മനസ്സിലായി? ഈ പെൺകുട്ടിക്ക് മനസ്സിലായി. പെൺകുട്ടി അപ്പോൾ ചോദിച്ചു, അതെന്താ ഇയാൾ ഇങ്ങനെ പറഞ്ഞു? അപ്പോൾ പറഞ്ഞു, ഈ മന്ത്രിമാരെല്ലാം കൂടെ പറഞ്ഞു, അതായത് ബാക്കി എല്ലാവർക്കും ഭ എന്ന ശബ്ദമുണ്ട് അല്ലേ, വിഭീഷണൻ അല്ലേ, കുംഭകർണൻ, അതുകൊണ്ട് അതിൻ്റെ ഭാ ചേർത്തിട്ടാണ് ഇവിടെ രാവണ എന്ന് പറയാതെ പണ്ഡിതനായ ഇദ്ദേഹം രാവണൻ എന്ന് പറയാതെ രാവണൻ എന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ച് വെച്ചു. പക്ഷേ ഈ പെൺകുട്ടിക്ക് മനസ്സിലായി താൻ കബളിക്കപ്പെട്ടിരിക്കുന്നു. പെൺകുട്ടി ഇദ്ദേഹത്തിനോട് പറഞ്ഞു, നിങ്ങളുടെ ഭാര്യ എന്ന നിലയിൽ ഞാൻ ഇനി ജീവിക്കണമെങ്കിൽ നിങ്ങൾ അറിവ് നേടി തിരിച്ചു വരിക, അതുവരെ നിങ്ങൾക്ക് എന്നോടൊപ്പം ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഇങ്ങനെ പോകുന്ന ഈ ദാസനാണ് നേരെ വരുന്ന സമയത്ത് രാത്രിയിൽ ഒരു വിജനമായ സ്ഥലത്ത് വന്നു. അവിടെ കൊതുകിൻ്റെയൊക്കെ ശല്യവും കിടന്നുറങ്ങാൻ സ്ഥലമൊന്നുമില്ല വന്നപ്പോഴാണ് ഒരു ക്ഷേത്രത്തിൻ്റെ വാതിൽ തുറന്നു നടക്കുന്നുണ്ട്. ഒരു പഴയ ക്ഷേത്രത്തിൻ്റെ അകത്ത് കയറി വാതിലടച്ച് കുറ്റിയിട്ട്, കാരണം എന്താ, കൊതുകിൻ്റെ ശല്യമൊന്നുമില്ലാതെ കിടക്കാൻ, തണുപ്പില്ലാതെ കിടക്കാൻ ഒരു സ്ഥലം എന്ന് കണ്ട് അവിടെ കിടന്നു. ഈ സമയത്ത് ദേവി അവിടെ നിന്ന് ആറാട്ടിന് വേണ്ടി സ്വയം പുറപ്പെടുന്നു എന്ന് പറയുന്ന സംവിധാനം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം അകത്ത് കയറിയത്. ദേവി തിരിച്ചു വന്നപ്പോൾ ഈ വാതിൽ തുറന്നു കിടന്നത് അടച്ച ആരല്ല, ദേവിക്കകത്ത് കയറാൻ വാതിലൊന്നും ആവശ്യമില്ലെങ്കിലും ആ ഒരു സങ്കല്പത്തിൽ ചിന്തിച്ചു. അപ്പോൾ ദേവി ചോദിച്ചു, അകത്താര്? അപ്പോൾ അകത്ത് നിന്നുകൊണ്ട് ചോദിച്ച് പുറത്താര്? വീണ്ടും ദേവി ചോദിച്ചു, അകത്താര് പുറത്താര്? 3 തവണത്തെ ചോദ്യം കഴിഞ്ഞ് തമോ ഗുണ രജോ ഗുണ സത്വഗുണങ്ങളാക്കുന്നപ്പോൾ 4ാമത്തെ ചോദ്യത്തിനകത്ത് എന്ന് പറഞ്ഞു. അപ്പം അകത്ത് നിന്നോട് വീണ്ടും ചോദ്യം വന്നെന്താ, പുറത്താരെന്നുള്ള ചോദ്യം വന്നല്ലോ. അപ്പോൾ പറഞ്ഞു, ദേവി പറഞ്ഞു, ഞാൻ കാളിയാണ്. ആഹാ, നീ കാളിയാണോ? എങ്കിൽ ഞാൻ ദാസനാണ്. മനസ്സിലായില്ലേ? ഇയാളുടെ പേരും ദാസനെന്നാണ്. പിന്നെയോ നീ കാളിയാണെങ്കിൽ ഞാൻ ദാസനാണെന്നപ്പോൾ കാളിയുടെ ദാസനാണെന്നൊരർത്ഥം ധ്വനിച്ചു. അപ്പോൾ ആ ധ്വനിച്ച സമയത്ത് പറഞ്ഞു, അപ്പോൾ വാതിൽ തുറക്കാൻ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, തുറക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം. എന്താ കാര്യം? എനിക്ക് ബുദ്ധി തരണം. മനസ്സിലായില്ലേ? കാരണം ബുദ്ധിയില്ല എന്ന് പറഞ്ഞിട്ടാണല്ലോ ഉപേക്ഷിച്ചത്. അപ്പോൾ ആ സമയത്ത് ദേവി പറഞ്ഞു, ആ എഴികൾക്കിടയിലൂടെ നാവ് പുറത്തോട്ട് നീട്ടാൻ പറഞ്ഞു. നീട്ടിയപ്പോൾ തൻ്റെ വാള് കൊണ്ട് ആദ്യാക്ഷരം കുറിച്ചു എന്നാണ് പറയുന്നത്. അതോടുകൂടി കാളിദാസൻ മഹാപണ്ഡിതനായി മാറി. അപ്പോൾ ഇവിടെ ഈശ്വരാനുഗ്രഹം കൊണ്ട് നമ്മളിലേക്ക് അറിവ് വന്നു ചേരും എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ഇവിടെ 1ാമത്തെ പടി ശ്രവണം ആണ്, കേൾക്കുക, ഭഗവാനെക്കുറിച്ച് കേൾക്കുക. എപ്പോഴാണോ ഭഗവാനിലേക്ക് പോകാൻ നമുക്ക് താല്പര്യം ഉണ്ടാകുന്നത്, അതേ കാലം വരെ നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാനെക്കുറിച്ച് കേൾക്കുക. നിസ്സാരമല്ല, കേൾക്കണമെങ്കിൽ തന്നെ താല്പര്യം ഉണ്ടെങ്കിലേ പറ്റൂ. നിസ്സാരമല്ല കേൾവി എന്ന് പറഞ്ഞാൽ. അത് കൃത്യമായാൽ പിന്നെ ബാക്കിയെല്ലാം കൃത്യമാവും. മനസ്സിലായില്ലേ? കേട്ട് വരുമ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇപ്പോൾ ഈശ്വരൻ്റെ സ്വരൂപം എന്താണ്, എങ്ങനെയാണ് അറിയേണ്ടത്, എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, എങ്ങനെയാണ് കർമ്മം ചെയ്യേണ്ടത്, ഇതെല്ലാം മനസ്സിലാക്കാൻ കേൾവിയിലൂടെ അല്ലേ പഠിക്കാൻ പറ്റുന്നത്. അപ്പോൾ കേൾവി കൃത്യമാവണം. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ ഈ യജ്ഞത്തിലിരുന്നുകൊണ്ട്, ആചാര്യസ്ഥാനത്തിരുന്നുകൊണ്ട് ഇത് പറയുന്നു. ഇത് പറയാനുള്ള കാരണം ഒരിക്കലൊരു യജ്ഞം കേട്ടതോട് കൂടിയിട്ടാണ്. അതായത് ജന്മനാ കുട്ടിക്കാലത്തെ അച്ഛനും അമ്മയും പിടിച്ചിരുത്തി ഭാഗവതം പഠിയടാ മോനെ എന്ന് പറഞ്ഞ് അടിതന്ന് പഠിപ്പിച്ചതൊന്നുമല്ല. വളരെ കുറച്ച് പ്രായമൊക്കെ എത്തിയ സമയത്ത് ഒരു ദിവസം ഒരു സുഹൃത്തിനെ കാണാൻ വേണ്ടി ഒരു സ്ഥലത്ത് പോയപ്പോൾ ആ സമയത്ത് സുഹൃത്ത് അവിടെ ഇല്ല, തൊട്ടടുത്ത സ്ഥലം വരെ പോയി. അത് കഴിഞ്ഞാൽ തിരിച്ചു വരുമെന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ അമ്മ പറഞ്ഞു. തൊട്ടടുത്ത അമ്പലത്തിൽ യജ്ഞം നടക്കുകയാണ്. അപ്പോൾ വെറുതെ അവിടെ നിന്നപ്പോൾ വെയിൽ കൊണ്ട് നിൽക്കണ്ടെന്നും പറഞ്ഞ് പറയുന്ന കഥ കേട്ട് രസം തോന്നി അവിടെ കയറിയിരുന്ന് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ സുഹൃത്ത് വന്നു. അതുവരെ അവിടെ ഇരുന്ന് കേട്ടു. അപ്പോൾ അതിങ്ങനെ കേട്ട് മുന്നോട്ട് പോയപ്പോൾ കേൾക്കുന്നപ്പോൾ ഒരു രസം തോന്നി. ആ കേൾവി അന്ന് കഴിഞ്ഞ് സുഹൃത്ത് വന്നപ്പോൾ എണീറ്റ് പോയില്ല, അദ്ദേഹത്തിനെ കൂടെ വിളിച്ച് അടുത്തിരുത്തി അത് കേട്ടു. അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസവും തോന്നി വെറുതെ വീട്ടിൽ ഇരിക്കുന്നതിന് പകരം അവിടെ പോയിരുന്ന് കേട്ടാൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ പതുക്കെ ആ ബാക്കിയുള്ള 4 ദിവസം, 3ാമത്തെ ദിവസം കേൾക്കിട്ടത് ആദ്യമായിട്ട്, പിന്നെ 4 ദിവസം കൂടി അവിടെ പോയിരുന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നീട് കൂടുതൽ അറിയണമെന്ന് തോന്നി. കാരണം ആ അറിവിലൂടെയാണ് ഇപ്പോൾ ഇങ്ങനൊരു സ്ഥലത്ത് പോലും ഇരിക്കാനൊരു ഭാഗ്യം ഭഗവാന്റെ കാരുണ്യം കൊണ്ട് വന്നു ചേർന്നു. അപ്പോൾ കേൾക്കുക എന്നത് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. ഭഗവാന്റെ ശ്രവണം ആദ്യം ഉണ്ടാവണം, അത് കഴിഞ്ഞാൽ ശ്രവണം, കീർത്തനം, പിന്നെ ഭഗവാനെ കീർത്തിക്കണം. മനസ്സിലായില്ലേ? എപ്പോഴും ഭഗവാനെക്കുറിച്ച് പറയാൻ, കേട്ടതിനെക്കുറിച്ച് തന്നെ പുനഃസ്മരണം നടത്താൻ ഏറ്റവും എളുപ്പം എന്താ? കീർത്തിക്കലാണ്. കീർത്തനം, അപ്പോൾ ശ്രവണം, കീർത്തനം, അത് കഴിഞ്ഞാൽ സ്മരണം, സ്മരിക്കുക. കീർത്തിക്കുമ്പോൾ സ്മരണ ഉണ്ടാവും, സ്മരണം. അപ്പോൾ ശ്രവണം, കീർത്തനം, സ്മരണം,
എന്ന് പറഞ്ഞു. അപ്പോൾ ശ്രവണം, കീർത്തനം, വിഷ്ണു സ്മരണം, പാദസേവനം. അടുത്തത് പാദസേവനം. ആ ഭഗവാന്റെ പാദം സേവിക്കണം എന്നുള്ള ആഗ്രഹം ഉണ്ടാവണം. പാദസേവനം, അർച്ചനം, വന്ദനം, ദാസം. പിന്നെ ഭഗവാനെ അർച്ചിക്കണം, അത് കഴിഞ്ഞാൽ വന്ദിക്കണം, അത് കഴിഞ്ഞാൽ ഭഗവാന്റെ ദാസനാണെന്നുള്ള ഭാവത്തിൽ ഞാനെന്ന ഭാവത്തെ ഉപേക്ഷിച്ച് അല്ലേ, ദാസന് എപ്പോഴും എന്താ ചെയ്യേണ്ടത്? യജമാനം പറയുന്നത് ചെയ്യലല്ലേ ദാസൻ്റെ ജോലി. അപ്പോൾ അതുപോലെ ഭഗവാനെ നിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച് നിൻ്റെ ദാസനാണെന്നുള്ള ഭാവത്തിലേക്ക് എത്തണം. അപ്പോൾ അർച്ചനം, വന്ദനം, ദാസ്യം. അത് കഴിഞ്ഞാലോ ദാസ്യൻ എന്ന ഭാവത്തിൽ നിന്നുകൊണ്ട് ഭഗവാനുമായിട്ടൊരു ബന്ധം ഉണ്ടാക്കണം, സഖ്യം. മനസ്സിലായില്ലേ? ഞാനും ഭഗവാനും തമ്മിലൊരു ബന്ധമുണ്ടെന്നൊരു സഖ്യമാണ്. അത് കഴിഞ്ഞാൽ തന്നെ ആർക്ക് സമർപ്പിക്കണം? ഭഗവാന് സമർപ്പിക്കുന്നതാണ് ആത്മനിവേദനം. ഇതാണ് ഭക്തിയുടെ ഇതാണ് യഥാർത്ഥത്തിൽ ആര് ചെയ്തത്? രുക്മിണിയുടെ ജീവിതം എന്ന് പറയുന്നത്. കാരണം രുക്മിണി ഭഗവാനെ എങ്ങനെയാണ് നേടിയത്? ഭഗവാനെക്കുറിച്ച് കേട്ടിട്ടല്ലേ, അല്ലേ? ആരിൽ നിന്ന്? നാരദയിൽ നിന്ന്, ഗുരുവിൽ നിന്ന്. കാരണം ഉത്തമനായ ഒരു ഗുരു വന്നു ചേർന്നു നാരദരായിട്ട്. അവിടെ വെച്ച് ഭഗവാനെക്കുറിച്ച് കേട്ട് ആ ഭഗവാനോട് മാത്രമുള്ള നിഷ്ഠയുണ്ടായി. അത് കഴിഞ്ഞിട്ട് എപ്പോഴും ആരെക്കുറിച്ച് പറയും? കൃഷ്ണനെക്കുറിച്ച് പറയും. രുക്മിണി നാരദടുത്ത് കേൾക്കും, തൻ്റെ കൂട്ടുകാരികളോട് കൃഷ്ണനെക്കുറിച്ച് പറയും. അറിഞ്ഞോ കൃഷ്ണൻ ഇങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ അവർ ചോദിക്കും, നീ എങ്ങനെ അറിഞ്ഞു? അതും നാരദ മഹർഷി പറഞ്ഞു. അത് നിനക്കെന്താ ഇത്ര വലിയ താല്പര്യം? അതൊക്കെയുണ്ട്. എപ്പോഴും ഭഗവാനെ സ്മരിച്ചു. പിന്നെ എപ്പോഴും കൃഷ്ണനെക്കുറിച്ച് മാത്രം ഓർക്കാൻ ശ്രമിച്ചു. അത് കഴിഞ്ഞിട്ടോ എപ്പോഴും ഭഗവാനെ സ്നേഹിച്ചു, പൂജിച്ചു. മനസ്സിലായില്ലേ? അവസാനം ബന്ധം ഉണ്ടാക്കാൻ ശ്രമിച്ചു. അവസാനം എന്ത് ചെയ്തു? തന്നെ സമർപ്പിച്ചു. അവിടെയാണ് രുക്മിണി പൂർണ്ണ ഇതാവുന്നത്. എപ്പോഴാണ് തന്നെ സമർപ്പിക്കുന്നത്? ഈ ജന്മത്തിൽ പൂർണ്ണമായും ഈശ്വരനെ മാത്രം മതി തനിക്കെന്ന് പറഞ്ഞു. അപ്പോൾ ഈ നവതാഭക്തിയുടെ ജീവാത്മാവ് നവതാഭക്തിയെ സ്വീകരിക്കലാണ് രുക്മിണി സ്വയംവരം. ഇനി ഇത് കഴിഞ്ഞിട്ട് ഭഗവാന്റെ മറ്റു ചില വിവാഹങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഇവിടെ ഭഗവാന്റെ വിവാഹം വളരെ രസകരമാണ്. കാരണം ലോകത്തെ പോലും ഞെട്ടിക്കുന്ന രീതിയിലാണ് ഭഗവാന്റെ വിവാഹം, അല്ലേ? 16,108 എന്നൊരു സംഖ്യ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. ഇവിടെ 100 പറയുന്നുണ്ട്, 16,008 പറയുന്നുണ്ട്, രണ്ടും പറയുന്നുണ്ട്. അപ്പം എന്തായാലും 16,000 കൂടുതലുണ്ടെന്ന് എടുക്കാം. അപ്പോൾ എന്തായാലും സംഖ്യയുടെ എണ്ണം വളരെ കൂടുതലാണ്, അത് ഉറപ്പാണല്ലോ. അപ്പോൾ ഇവിടെ 8 പത്നിമാരുടെ മാത്രം പേര് ഏതിൽ ചർച്ച ചെയ്യുന്നുള്ളൂ? ഭാഗവതത്തിൽ കൃത്യമാക്കി പറയുന്നുള്ളൂ. കാരണം ഭഗവാൻ മൊത്തത്തിലൊരു 8നോട് ചേർന്നാണ് നിൽക്കുന്നത്. ദേവകിയുടെ 8ാമത്തെ പുത്രനായി വന്നു, അഷ്ടമിയിൽ ജനിച്ചു, ഇല്ലേ? അങ്ങനെയൊക്കെയുള്ള ചില 8ൻ്റെ ഒരു പ്രത്യേകത ഭഗവാനിലുണ്ട്. അപ്പോൾ ഇവിടെ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം തന്നെയാണ് ഭഗവാന്റെ പത്നിമാർ എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ പറഞ്ഞു, പത്നി എന്നത് എപ്പോഴും ഒരാളിലുള്ള ഗുണവിശേഷത്തെയും പത്നി എന്ന് പറയാം. അപ്പോൾ ഭാര്യ എന്ന് പറയുന്ന പത്നി എന്ന് പറയുന്നതെന്ന് വെച്ചാൽ കല്യാണം കഴിച്ച് താലി കെട്ടുന്നതിന് മാത്രമല്ല പത്നി എന്ന് പറയുന്നത്. മറ്റൊരർത്ഥത്തിൽ ഒരു വ്യക്തിയിലുള്ള ഗുണങ്ങളെ ആ വ്യക്തിയുടെ പത്നി എന്ന് വെച്ചാൽ എന്താ? സഹധർമ്മിണിയാണല്ലോ. ജീവിതത്തിൽ ഒപ്പത്തിനൊപ്പം ഉള്ളിലുള്ളതാണ്. ആ ഒപ്പത്തിനൊപ്പം ഉള്ളിലുള്ളതാണെന്ന് നമ്മളെ ബോധിപ്പിക്കാനാണ് സാക്ഷാൽ മഹാദേവൻ തൻ്റെ ശരീരത്തിൻ്റെ പകുതി തന്നെ ആർക്ക് കൊടുത്തത്? ദേവിക്ക് കൊടുത്ത് ഉള്ളിൽ തന്നെ ആക്കിയത്. അർദ്ധനാരീശ്വര ഭാവം. മനസ്സിലല്ലേ? വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയെ ഇരുത്തിയിരിക്കുന്ന എപ്പോഴും എവിടെയാണ്? തൻ്റെ ഇടത് തുടയിലാണ്, വാമേശ്വരിയായിട്ടാണ്. അപ്പോൾ തന്നോട് ചേർത്ത് തന്നെയാണ് ഇതിനെല്ലാം കാണുന്നത്. അപ്പോൾ ഇവിടെ ആ പത്നി എന്ന സങ്കല്പം എടുത്തു കഴിഞ്ഞാൽ ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപമാണ് പത്നീഭാവത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ആ പത്നീഭാവത്തിൽ ചിന്തിക്കുക ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞാൽ എന്താ? ഭഗവാന്റെ യഥാർത്ഥ സ്വരൂപം അവ്യക്തമാണ്. ആദ്യ രൂപത്തിൽ ഭഗവാന്റെ രൂപത്തെ കാണാൻ നമുക്ക് ഇന്ദ്രിയങ്ങൾ കൊണ്ട് സാധിക്കില്ല. കാരണം എന്താ? ഈ ലോകം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നൊരു വസ്തുവിനെ കണ്ണുകൊണ്ട് കണ്ടു തീർക്കാൻ പറ്റുമോ? നമ്മുടെ കണ്ണിനൊരു പരിധിയുണ്ടല്ലേ? നമ്മൾ മുന്നോട്ട് നോക്കിയാൽ കാണുന്ന കാഴ്ചയ്ക്കൊരു പരിധിയില്ലേ? ഉണ്ടോ ഇല്ലയോ? ഒരു പരിധിയുണ്ട്, ഒരു ലിമിറ്റേഷൻ ഉണ്ട്. ഇന്ദ്രിയങ്ങൾക്കെല്ലാം ഒരു ലിമിറ്റേഷനുണ്ട്. ഏറ്റവും ചെറിയ രുചി ഒരിക്കലും നമ്മുടെ നാവിന് അറിയാൻ സാധിക്കില്ല. ഏറ്റവും വലിയ രുചി വന്നാലും നാവിന് അതറിയാൻ സാധിക്കില്ല. അതുപോലെയാണ് കാറ്റ്, വായു. ഏറ്റവും ചെറിയ രൂപത്തിലുള്ള വായുവിനെയും നമുക്ക് സ്കിന്നിന് അറിയാൻ സാധിക്കും. ഒരു ലിമിറ്റിന് കഴിഞ്ഞ് വായുവിൻ്റെ ശക്തി കൂടിയാലേ അറിയാൻ പറ്റൂ. ഏറ്റവും കൂടിയാലും അറിയാൻ പറ്റില്ല. അതുപോലെയാണ് ഗന്ധം. ഏറ്റവും സൂക്ഷ്മമായ ഗന്ധം അറിയാൻ പറ്റില്ല. ഏറ്റവും കൂടിയ ഗന്ധവും രൂക്ഷമായ ഗന്ധത്തിലേക്ക് എത്തിയാൽ അതറിയാൻ ഇന്ത്യക്ക് സാധിക്കില്ല. ശബ്ദം അതേണക്കാണ്. ഏറ്റവും സൂക്ഷ്മമായ ശബ്ദം നമുക്കറിയാൻ സാധിക്കില്ല. ഏറ്റവും ശക്തി കൂടിയ ഇത്ര ഡെസിബലിൽ കൂടുതൽ പവറുള്ള ശബ്ദവും അറിയാൻ ഇന്ദ്രിയങ്ങൾക്ക് സാധിക്കില്ല. ഇനി നമ്മൾ നോക്കിയ കണ്ണുകളുടെ പരിമിതി എന്താ? ഏറ്റവും സൂക്ഷ്മമായതിനെ കാണാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ഇപ്പോൾ ബാക്ടീരിയയും വൈറസും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ കൊറോണ വന്നപ്പോൾ കൊറോണ രോഗാണുക്കളുണ്ട്. നമ്മൾ ആരെങ്കിലും കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടോ? മനസ്സിലായില്ലേ? ഏറ്റവും സൂക്ഷ്മമായതിനെയും കാണാൻ പറ്റില്ല. ഏറ്റവും ബൃഹത്തായതിനെയും കാണാൻ നമ്മുടെ കണ്ണിൻ്റെ പരിധിക്കും അപ്പുറമാണ്. അപ്പോൾ അതുകൊണ്ട് അവ്യക്തമാണ്. ഭഗവാന്റെ യഥാർത്ഥ മൂലരൂപം അവ്യക്തമാണ് ഈ പ്രപഞ്ചം. കാരണം നമ്മളും അതിൻ്റെ ഉള്ളിലാണ്. മനസ്സിലായില്ലേ? നമ്മളും അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന, നമ്മൾ ഉള്ളിൽ പെട്ടുപോയി നമുക്ക് പുറമേ നിൽക്കുന്ന എല്ലാത്തിനെയും അറിയാൻ സാധിക്കില്ല. അപ്പോൾ ആകാശം തന്നെ നമ്മൾ എടുത്തു നോക്കുക. ഭഗവാന്റെ സൃഷ്ടിയിൽ ആദ്യത്തേത് ആകാശമാണ്. ഈ ആകാശം തന്നെ മുഴുവനും കാണാൻ നമുക്ക് പറ്റുമോ?
നമ്മൾ നിൽക്കുന്നിടത്ത് നോക്കുമ്പോൾ കുറേ ഭാഗം കണ്ടു ഇല്ലേ? അത്ര മാത്രമേ ഉള്ളൂ. ഈ ഭൂമിയുടെ ചുറ്റും എല്ലാ ഭാഗത്തും ഈ ഗാലക്സി മുഴുവൻ വ്യാപിച്ചിട്ടുണ്ട്, കാണാൻ പറ്റത്തില്ല. അപ്പോൾ അതുപോലെ അവ്യക്തമാണ്. പിന്നെയോ ഈ അവ്യക്തത്തിൽ നിന്ന് ഭഗവാൻ തന്നെ സ്വയം തീരുമാനിച്ചു ഞാനൊന്ന് വ്യക്തമാവാം. അതാണ് രണ്ടാമത്തെ രൂപം, വ്യക്തം എന്ന് പറയുന്നത്. മൂന്നാമത്തെ എന്ന് വെച്ചാൽ അതിൽ അഹമെന്ന ഭാവത്തെ ചേർന്നു. ഞാനെന്ന മായാഭാവം അവിടെയാണ് ചേർന്നത്. അഹമെന്ന ഭാവം വന്നതോടുകൂടി എന്തായി മാറി? അവിടെ ഞാനെന്ന തത്വത്തിലേക്ക് വന്നപ്പോൾ അവിടെയാണ് മായാദേവി വന്ന് പ്രവേശിച്ചു ഭഗവാന്റെ ചിന്തയിലേക്ക്. ആ തലത്തിൽ വന്നപ്പോൾ 5ആയിട്ട് മാറി. അതാണ് പഞ്ചഭൂതങ്ങൾ. അങ്ങനെ 5 പഞ്ചഭൂതങ്ങളും അഹമെന്ന ഭാവവും വ്യക്തമെന്നതും അവ്യക്തവും, ഇതാണ് 8 എണ്ണം. മനസ്സിലായില്ലേ? ഈ 8 എണ്ണമാണ് ഭഗവാന്റെ തത്വം. അതുകൊണ്ടാണ് അഷ്ടമിയിൽ ജനിച്ചു, അഷ്ടമനായിട്ട് വന്നു എന്നൊക്കെ 8ൻ്റെ കണക്കിൽ ഭഗവാനെ ഇത് കൃത്യമായി മനസ്സിലാക്കണമെങ്കിൽ ദേവകിയുടെ സ്തുതി, ഭഗവാൻ ജനിച്ച ഉടനെ തന്നെ ദേവകി ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അനന്തമാദ്യം അവ്യക്തം പ്രാഹുരവ്യം എന്ന് പറഞ്ഞ് ഇവിടെ ദേവകി തന്നെ പറയുന്നുണ്ട്, അല്ലയോ ഭഗവാനെ, എനിക്കറിയാം നിന്നെ എങ്ങനെയാ അവ്യക്തനാണ് നീ എന്ന് എനിക്കറിയാം, പക്ഷേ നിനക്ക് കാരുണ്യമുള്ളത് കൊണ്ട് നീ വ്യക്തമാക്കി എന്നെ ബോധ്യപ്പെടുത്തി എന്ന് ഭഗവാനെ സ്തുതിക്കുന്നുണ്ട്. അതൊക്കെ നമ്മളൊന്ന് പഠിക്കുമ്പോൾ നമ്മളത് മനസ്സിലാക്കി മുന്നോട്ട് പോവാം. അപ്പോൾ ഇവിടെ ഭഗവാന്റെ തുടർന്നുള്ള വിവാഹത്തിലേക്ക് വരാം. ഇത് കഴിഞ്ഞിട്ടുള്ള വിവാഹം എന്ന് പറഞ്ഞാൽ ജാമ്പവതിയും പിന്നെ സത്യഭാമയുമാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ജാമ്പവതി സത്യഭാമയും വിവാഹത്തിലേക്ക് വരുന്നത് സമന്തകം എന്നൊരു ചരിതം കടന്നു വരുമ്പോഴാണ്. ഇവിടെ സമന്തകം എന്ന് പറയുന്നത് സത്രാജിത്ത് എന്ന് പറയുന്ന ഒരു പ്രമാണി ഉണ്ടായിരുന്നു. ഈ പ്രമാണി സൂര്യനെ തപസ് ചെയ്തു. കഠിന തപസ്സിനിടയിൽ സൂര്യനോട് പറഞ്ഞു എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും വന്നു ചേരണം എന്ന് പറഞ്ഞു. സൂര്യൻ അതിനെന്ത് ചെയ്തു? ഒരു രത്നം കൊടുത്തു. സൂര്യപ്രഭയോട് കൂടിയ രത്നമാണ്. ഇത് ധരിച്ചുകൊണ്ട് ആര് പോയാലും ഇതിൻ്റെ പ്രഭ കൊണ്ട് മറ്റുള്ളവരൊക്കെ ഈ പോകുന്ന ആളിനെ ശ്രദ്ധിക്കും. രണ്ടാമത് ഈ രത്നത്തിന് വില മതിക്കാൻ സാധിക്കില്ല. അതിനേക്കാൾ വലിയൊരു പ്രത്യേകത, ഈ രത്നത്തിൽ നിന്ന് എല്ലാ ദിവസവും 8.5 റാത്തൽ സ്വർണം, ഇന്നത്തെ കണക്ക് വെച്ച് നമ്മൾ കണക്കൂട്ടെ ഒരു 8.5 കിലോ സ്വർണം ഡെയിലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കേ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ആരും നാളെ തൊട്ട് ആ രത്നം തേടിയൊന്നും പുറപ്പെടണ്ട. അപ്പോൾ അത്തരത്തിൽ 8.5 റാത്തൽ സ്വർണം കൂടി ലഭിക്കുന്നതാണ് ഈ രത്നം. അങ്ങനെ നിരവധി കാലം കഴിഞ്ഞു. ഓരോ ദിവസവും 8.5 കിലോ സ്വർണം വെച്ച് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുടെ അവസ്ഥ എന്തായി മാറും? അവസാനം വീട്ടിൽ തന്നെ സ്വർണം വെക്കാൻ സ്ഥലമില്ലാത്തായി മാറും ഇല്ലേ? മനസ്സിലായില്ലേ? ഇതെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, കിലോ കണക്കിനാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ വന്നപ്പോൾ സമ്പത്ത് കുമിഞ്ഞുകൂടാൻ തുടങ്ങി. അപ്പോൾ ഇദ്ദേഹത്തിന് ഒരാൾക്ക് സമ്പത്ത് അധികമായി കുമിഞ്ഞുകൂടി അയാളുടെ കയ്യിൽ ധനം വന്നു ചേർന്നാൽ ആ ധനം സ്വന്തമാക്കാൻ പലരും ആഗ്രഹിക്കില്ലേ? ഇല്ലേ? ആഗ്രഹിക്കുന്നവരൊക്കെ മിത്രങ്ങളായിരിക്കുമോ? മിത്രങ്ങൾ പോലും അപ്പോൾ ഇത് സ്വന്തമാക്കാൻ വേണ്ടി എന്തായി മാറും? ശത്രുക്കളായി മാറും. അങ്ങനെയാണെങ്കിൽ ഇയാളുടെ ജീവന് പോലും അപകടമുണ്ടായി ഇയാളെ ചിലപ്പോൾ വധിച്ചിട്ടും ചിലപ്പോൾ കള്ളന്മാരിത് തട്ടിയെടുക്കാൻ സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ തൻ്റെ നാട്ടിലെ ഒരു ആൾക്ക് പോലും ദുഃഖമുണ്ടാകരുതെന്ന് ചിന്തിച്ചുകൊണ്ട് സത്രാജിത്തിനെ ആളയച്ച് വരുത്തി. സത്രാജിത്തിനോട് പറഞ്ഞു, സത്രാജിത്തെ, നീ ഈ രത്നം എന്ത് ചെയ്യണം? കൊട്ടാരത്തിൽ ഏൽപ്പിക്കാൻ പറഞ്ഞു. നീ ഇത് അവസ്ഥ നേടിയതാണ്, പക്ഷേ ഇനി നിൻ്റെ കയ്യിൽ ഇതിരിക്കുന്നത് അപകടമാണ്. അതുകൊണ്ട് നീ ഇത് കൊട്ടാരത്തിൽ ഏൽപ്പിക്കും. കാരണം കൊട്ടാരമാകുമ്പോൾ എന്താണ്? ഖജനാവുണ്ട്, കാവൽക്കാരുണ്ട്, അവിടെ ഭടന്മാരുണ്ട്, അതുകൊണ്ട് മറ്റാരും ആക്രമിച്ചു വരില്ല. പക്ഷേ സത്രാജിത്തിന് ഈ ധനം വന്നു ചേർന്നതോടുകൂടി അഹങ്കാരം കൂടി വന്നു ചേർന്നു. അപ്പോൾ സത്രാജിത്തിന് അതുകൊണ്ട് തന്നെ ഭഗവാൻ പറഞ്ഞതിൻ്റെ ഉദ്ദേശം അതേ രീതിയിൽ മനസ്സിലാക്കാതെ സത്രാജിത്ത് എന്താ വിചാരിച്ചത്? ഇനി ഈ ധനം തനിക്ക് കൂടിയാൽ കൃഷ്ണനേക്കാൾ വലിയ പണക്കാരൻ ഞാനാവും. മനസ്സിലായില്ലേ? അതുകൊണ്ട് കൃഷ്ണൻ അതുകൊണ്ടുള്ള അസൂയ കൊണ്ടാണ് ഈ രത്നം തിരിച്ചേൽപ്പിക്കാൻ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന് ഏൽപ്പിക്കാൻ പറഞ്ഞത്. അപ്പോൾ കൃഷ്ണനേക്കാൾ വലിയ ആളായി താൻ മാറരുതെന്ന് ആര് കൃഷ്ണൻ വിചാരിച്ചു എന്ന് പറഞ്ഞിട്ട് സത്രാജിത്ത് നാട്ടിലെല്ലാവരോടും പറഞ്ഞു, തെറ്റിദ്ധരിച്ചിട്ട് പറഞ്ഞുകൊണ്ട് കടന്നു, അതെ നമ്മൾ വിചാരിച്ചാണെങ്കിൽ കൃഷ്ണൻ അത്ര നല്ല ആളൊന്നും അല്ല കേട്ടോ. എൻ്റെ കയ്യിൽ പണം വന്നപ്പോഴത്തേക്ക്, എൻ്റെ കയ്യിൽ സമ്പത്ത് വന്നപ്പോഴത്തേക്ക് കൃഷ്ണന് പോലും അസൂയ വന്നു. നിങ്ങളൊക്കെ അല്ലേ പറഞ്ഞ കൃഷ്ണൻ ഒന്നിനോടും മോഹമില്ലെന്ന്? അതൊക്കെ വെറുതെ പുറമേ അഭിനയിച്ച് കാണിക്കുക. പണ്ടേ പുള്ളി അഭിനയക്കാരനാണ്. പണ്ട് അഭിനയത്തിലൂടെ ഗോപികമാരുടെ സുഖം മുഴുവൻ നേടി അവിടെ നിന്ന് പോരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് പലതരത്തിലുള്ള അഭിനയം നടത്തി. ഈ അഭിനയത്തിൽ ഏറ്റവും മികച്ച ആളാണ്. ഇപ്പോൾ പുറമേ പറയും എനിക്കൊന്നിനോടും താല്പര്യമില്ലെന്നൊക്കെ പറയും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അത്യാർത്തിയുണ്ട്, അത്യാഗ്രഹിയാണ്. അതുകൊണ്ട് എൻ്റെ രത്നം കൊണ്ടു കൊടുക്കാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാരോടൊക്കെ പറഞ്ഞു. അങ്ങനെ സത്രാജിത്ത് ഭഗവാനെ അധിക്ഷേപിച്ചിരുന്നു. ഭഗവാനാകട്ടെ ഈ അധിക്ഷേപത്തിനൊന്നും വലിയ ഗൗരവം കൊടുക്കുന്ന ആളല്ല. കാര്യം എന്താ? താൻ ചെയ്തതിൻ്റെ യഥാർത്ഥ തലം മനസ്സിലാക്കാതെ ഭഗവാനെ പണ്ടേ അധിക്ഷേപിച്ച ഒരുപാട് പേരുണ്ട്. നമ്മൾ വിചാരിച്ചണക്ക് ഭഗവാന്റെ കാലത്ത് എല്ലാവരും ഭഗവാനെ സ്തുതിച്ചവരൊന്നും അല്ലാണോ? ആണോ? അങ്ങനെയാണെങ്കിൽ കംസൻ ഉണ്ടാവില്ലായിരുന്നല്ലോ. പ്രൗഢക വാസുദേവൻ എന്ന് പറഞ്ഞ ഒരാൾ സ്വന്തമായിട്ട് 2 തടി കൊണ്ട് കൈയുണ്ടാക്കി പുറകിൽ വെച്ച് കെട്ടിയിട്ട് പറഞ്ഞു, നീ അല്ലടാ വാസുദേവൻ, ഞാനാണ് വാസുദേവൻ, എനിക്കാ 4 കരങ്ങളുള്ളത്. എന്നിട്ട് ഇയാൾ യന്ത്രം കൊണ്ടൊരു ഗരുഡനെ ഉണ്ടാക്കി. കാര്യം എന്താ? ഗരുഡന് ഭഗവാന് ഗരുഡനുണ്ടെന്ന് പറഞ്ഞു എന്നാൽ പിന്നെ യന്ത്രം കൊണ്ട് ഗരുഡൻ ഉണ്ടാക്കി അതിൻ്റെ പുറത്ത് നിന്നിട്ട് ആളിനെ വിട്ടു അവിടേക്ക് ദ്വാരകയിലേക്ക്. കൃഷ്ണനോട് എന്ന് പറഞ്ഞേരെ ഇയാൾ ഡ്യൂപ്ലിക്കേറ്റാണ്, ഞാനാ ഒറിജിനൽ, എനിക്കാ 4 കൈ യഥാർത്ഥമുള്ള 2 തടിക്കൈ ഉണ്ടാക്കിയിട്ടാണ് ഇത് പറയുന്നത്. അങ്ങനെ പോലും ഭഗവാനെ കളിയാക്കിയ ആൾക്കാർ അന്നും ഉണ്ടായിരുന്നു, അധിക്ഷേപിച്ചവർ അന്നും ഉണ്ടായിരുന്നു.
മനസ്സിലായില്ലേ? ഭഗവാനെ സംബന്ധിച്ചോളം ഭഗവാൻ അതൊന്നും കാര്യമാക്കാറില്ല. എല്ലാ മഹാത്മാക്കളും ജീവിച്ച കാലത്ത് അവരെ അധിക്ഷേപിക്കുന്നവരുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ശ്രീരാമചന്ദ്രൻ്റെ ജീവിച്ച കാലഘട്ടത്തിലല്ലേ സീത പരിശുദ്ധയല്ല എന്ന് പറഞ്ഞു വന്ന് അധിക്ഷേപിച്ചത്? ശരിയല്ലേ? ഭഗവാൻ ദൂതന്മാരെ വിട്ടിട്ടും രാവണൻ ഭഗവാനെ അധിക്ഷേപിച്ചിട്ടുണ്ട് ഇല്ലേ? സ്വന്തം അനുജനായ വിഭീഷണൻ പറഞ്ഞു കൊടുത്തിട്ട് പോലും രാമൻ്റെ മഹത്വം ആരറിഞ്ഞില്ല? രാവണൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ അധിക്ഷേപിക്കുന്നവർ എല്ലാ കാലത്തും ഉണ്ട്, ഇക്കാലത്ത് മാത്രമൊന്നുമല്ല. പക്ഷേ ഒരിക്കലും അവരെ മഹാത്മാക്കൾ ശ്രദ്ധിക്കാറില്ല. അയ്യോ അവരെന്നെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞാനിനി അങ്ങനെ ചിന്തിക്കുന്നില്ല. അങ്ങനെയല്ല, ആരെന്തു പറയുന്നു എന്ന് നോക്കിയല്ല ജീവിക്കേണ്ടത്. എന്താണോ ശരിയായി ചെയ്യേണ്ടത് ചെയ്ത് ജീവിക്കണം. മനസ്സിലായില്ലേ? മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ജീവിച്ചാൽ, മറ്റുള്ളവർ മോശമായ ചിന്താഗതിയാണെങ്കിൽ നമ്മൾ പതുക്കെ പതുക്കെ എന്തായി മാറും? അതായി മാറും. അപ്പോൾ ആരെയും ബോധിപ്പിക്കാനല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ അറിവ് നേടുക, ആ അറിവിൽ ജീവിക്കുക. അവർക്ക് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിന് മനസ്സിലാക്കാൻ സാധിക്കില്ലായിരിക്കും. അവർ ചിലപ്പോൾ നമ്മളെ മണ്ടനെന്നൊക്കെ വിളിച്ചെന്ന് വരും. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ശരി എന്ന് നമ്മൾ കൃത്യമായി ഉറപ്പിച്ചാൽ അത് ചെയ്യുക. ഇനി അത് എപ്പോഴെങ്കിലും തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ എന്ത് ചെയ്യുക? തിരുത്തുക. മനസ്സിലായില്ലേ? അല്ല നമ്മൾ ഒരു കാര്യത്തിൽ എന്നും ഇങ്ങനെ നമ്മൾ പിടിച്ചുകൊണ്ട് ഇതാണ് ശരി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. മനസ്സിലാവുന്നുണ്ടോ? ഓരോ ഇപ്പം നമ്മൾ കുഞ്ഞുനാളിൽ ചെയ്ത കർമ്മങ്ങൾ കുറേ വളർന്നപ്പോൾ നമുക്ക് തോന്നിയിട്ടില്ലേ പലതും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു എന്ന്? സ്വയം തോന്നിയപ്പോൾ പിന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇപ്പോൾ കൊച്ചു കുട്ടികൾ വീട്ടിൽ ഉറുമ്പിനെയോ പാറ്റിയോ അല്ലെങ്കിൽ അട്ടയൊക്കെ കിട്ടിയാൽ വേണമെങ്കിൽ പിച്ചി ചീന്തി പിച്ചിയൊക്കെ കളിക്കും ഇല്ലേ? കുട്ടിക്കാലത്ത് ഇല്ലേ? ചെയ്തില്ലേ? കുറച്ച് വളർന്നു കഴിയുമ്പോൾ നമ്മളത് ചെയ്യാറുണ്ടോ? ഇല്ല. സ്വയം മാറിയതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ സ്വയം മാറ്റത്തിന് വിധേയമാവുകയും വേണം, കൂടുതൽ കൂടുതൽ ശരിയിലേക്ക് പോവുകയും വേണം. അപ്പോൾ ഇവിടെയും നമുക്ക് കാണാൻ സാധിച്ചത് ഭഗവാൻ ഈ അധിക്ഷേപത്തെ ഒന്നും മൈൻഡ് ചെയ്തിട്ടില്ല. പറയുന്നവർ പറയട്ടെ, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എന്ന് പറഞ്ഞു. കാരണം രുക്മിണിയൊക്കെ ഭഗവാനെ കുറിച്ചിട്ട് രുക്മിയൊക്കെ പറഞ്ഞിട്ടുള്ളത് എന്താ? ഭഗവാന് രുക്മിണിയോട് പറഞ്ഞതാണ്, നീ കൃഷ്ണനെയൊന്നും ഓർത്തിരിക്കരുത്, കാരണം അദ്ദേഹത്തിന് ഒരുപാട് സ്ത്രീകളോട് ബന്ധമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് പരത്തിയിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും ഭഗവാൻ ചിന്തിച്ചില്ല. പക്ഷേ അതുകൊണ്ട് ഭഗവാൻ ഈ സത്രാജിത്ത് പറഞ്ഞതൊന്നും വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ ഈ സത്രാജിത്തിന് അനിയൻ പ്രസേനൻ എന്ന് പറയുന്ന ആൾ ഒരിക്കൽ നായാട്ടിന് പോയപ്പോൾ ഈ മാല കഴുത്തിലിട്ടുണ്ടോ, ജ്യേഷ്ഠൻ്റെ എന്ന് മേടിച്ച് കഴുത്തിലിട്ടുകൊണ്ട് അനിയൻ ചോദിച്ചതുകൊണ്ട് കൊടുത്തു. ഈ മാല ഇട്ടുകൊണ്ട് പോയപ്പോൾ ഈ മാലയുടെ തിളക്കം കണ്ടിട്ട് ഒരു സിംഹരാജന് ഇത് സ്വന്തമാക്കണമെന്ന് തോന്നി. സിംഹരാജൻ എന്ത് ചെയ്തു? സത്രാജിത്തിനെ അടിച്ചു കൊന്നു. അടിച്ചു കൊന്നിട്ട് ഈ മാല കടിച്ചെടുത്ത് അത് കൊണ്ടുപോയി. ഈ മാല കൊണ്ടുപോകുന്ന സമയത്ത് ഒരു വാനരൻ, വലിയ ബലിഷ്ഠനായ ഒരു വാനരൻ ഇത് കണ്ടു. വാനരൻ നോക്കിയപ്പോൾ ഇത് തൻ്റെ മക്കൾക്ക് കളിക്കാൻ കൊടുത്താൽ കൊള്ളാമെന്ന് തോന്നി. വാനരൻ എന്ത് ചെയ്ത്? സിംഹത്തെ വധിച്ച് അത് അദ്ദേഹം കൊണ്ടുപോയി ഗുഹയിലുള്ള തൻ്റെ മക്കൾക്ക് കളിക്കാൻ കൊടുത്തു. അപ്പോൾ ഈ നായാട്ടിന് പോയ സത്രാജിത്തിൻ്റെ അനിയൻ തിരിച്ചു വന്നില്ല. ആൾക്കാർ അന്വേഷിച്ചു പോയി. അവർ തിരിച്ചു വന്ന് പറഞ്ഞു, അതാ പ്രസേനൻ വധിക്കപ്പെട്ട് വനത്തിൽ മരിച്ചു കിടക്കുന്നത് കണ്ടു. ഇത് അറിഞ്ഞ ഉടനെ തന്നെ സത്രാജിത്ത് ഓടി വന്നു. അനുജൻ്റെ ബോഡി കണ്ടു. എങ്കിലും അനുജൻ നഷ്ടപ്പെട്ടതിനേക്കാളും വലിയ ദുഃഖം എന്താ? മാല നഷ്ടപ്പെട്ടു, സമ്പത്തിൻ്റെ ഘടകം പോയി. അപ്പോൾ പറഞ്ഞു മാല കാണുന്നില്ല. അപ്പോൾ ഉടനെ തന്നെ എന്ത് ചെയ്തു? അവിടെ ഒരു പ്രഖ്യാപനം അങ്ങ് നടത്തി. എന്താ പ്രഖ്യാപനം നടത്തിയത്? ഇത് കൃഷ്ണൻ ചെയ്ത ചതിയാണ്. ഈ മാല പണ്ടേ ആര് മോഹിച്ചു? കൃഷ്ണൻ മോഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൃഷ്ണനാണ് എൻ്റെ അനുജനെ കൊന്ന് മാല എടുത്തത്. നിങ്ങളൊക്കെ പറയുന്ന ധർമ്മിഷ്ഠൻ എന്ന് പറയുന്ന കൃഷ്ണൻ കള്ളനാണെന്ന് ഇപ്പോഴെങ്കിലും നിങ്ങൾക്ക് ബോധ്യമായില്ലേ? ഞാൻ പണ്ട് പറഞ്ഞപ്പോൾ നിങ്ങൾ പലരും എന്നെ തിരുത്താൻ വന്നില്ലേ എന്നൊക്കെ പറഞ്ഞ് സത്രാജിത്തിൻ്റെ ഇത് വിഭ്രാന്തിയിൽ വിളിച്ചു പറയാൻ തുടങ്ങി. അപ്പോൾ ഈ വിളിച്ചു പറയകം കാട്ടുതീ പോലെ പടർന്നു. നമ്മളെ നാട്ടിൽ പൊതുവിലൊരു ഗുണമുണ്ട്. ഒരു ഗുണമെന്ന് വെച്ചാൽ ഒരു സ്വഭാവമുണ്ട്. എന്താ? സത്യം പരക്കുന്നതിനേക്കാൾ മുമ്പ് നാട്ടിൽ പരക്കുന്നത് ഏതാ? നാട്ടിൽ ഒരു നല്ല കാര്യമാണോ വേഗത്തിൽ പരക്കുന്നത്, അതോ മോശപ്പെട്ട കാര്യമാണോ? മോശപ്പെട്ട കാര്യമാണ് അല്ലേ? അത് എളുപ്പം പരക്കാൻ ഒരൊറ്റ വഴിയും കൂടെ ഉണ്ട്. ഒരാളോട് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞാൽ ഇത് ആരോടും പറയല്ലേ, നിന്നോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞ് ഒരാളെ ചെവി പറഞ്ഞു കൊടുത്താൽ മതി. പിന്നെ ഈ വാർത്ത നാട്ടിൽ അറിയേണ്ടവരെല്ലാവരും എത്തിക്കൊള്ളും. മനസ്സിലായില്ലേ? നമ്മളെ ന്യൂസ് ചാനലിനേക്കാൾ വേഗത്തിൽ അത് എത്തപ്പെടും. ഇങ്ങനെയൊക്കെ ഒരു രീതിയുണ്ട്. അതുകൊണ്ടാണ് പറയും, സത്യം ചെരിപ്പിട്ട് തുടങ്ങുമ്പോഴേക്കും അസത്യം ബഹുദൂരം പിന്നിട്ട് കഴിയും. ഇവിടെ സംഭവിച്ചങ്ങനെ എല്ലാവരുടെ ഇടയിലും ഇങ്ങനെ ഒരു ധാരണ വന്നു. കാരണം സത്രാജിത്ത് മുമ്പൊരിക്കൽ പറഞ്ഞു, അന്നാരും വിശ്വസിച്ചില്ല. പക്ഷേ ഇപ്പോൾ ഇവിടെ പ്രസേനൻ വധിക്കപ്പെട്ടു, മാലയും കാണുന്നില്ല. വധിക്കപ്പെട്ടത് കുഴപ്പമില്ല, മാല അവിടെ കിടക്കണ്ടേ? അപ്പോൾ അതെന്താ സംഭവിച്ചെന്നുള്ളത് ആ രീതിയിൽ ചർച്ചയായി. ഇത് കേട്ടിട്ട് ബലരാമന് ഒരു ചെറിയ സംശയം. ബലരാമൻ ചോദിച്ചു, കൃഷ്ണ, നിൻ്റെ ചില പ്രവൃത്തി എനിക്കങ്ങോട്ട് മനസ്സിലാവാതെയുണ്ട്. ജ്യേഷ്ഠനൊക്കെയാണ്, എന്നാലും ചില പ്രവൃത്തി നീ എന്തൊക്കെ ഇടയ്ക്കിടയ്ക്ക് എന്നെ ഒളിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിനക്കെന്തെങ്കിലും പങ്കുണ്ടോ എന്ന് ചോദിച്ചു. കൃഷ്ണൻ അതും കൂടെ കേട്ടപ്പോൾ മനസ്സിലാക്കി, ഇനി ഈ തെറ്റിദ്ധാരണ മാറ്റേണ്ടത് തൻ്റെ കടമയാണ്, തനിക്ക് നേരെ വന്നത്. കാരണം മനസാ വാച കർമ്മണ അറിയാത്തതാണ് ആരോപണമായി ഇപ്പം വന്നത്. ബാക്കി എല്ലാ ആരോപണത്തിലും ഒരു ബന്ധമുണ്ട്, ഇതിനാ ബന്ധമില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു? ഭഗവാൻ ഒരു അന്വേഷണ ടീമിനെയൊക്കെ രൂപീകരിച്ച്
ഭഗവാൻ തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് നേരെ പോയി ഈ പ്രസേനൻ്റെ ശരീരം കിടന്നെടുത്ത് പോയി നിരീക്ഷിച്ചു. അവിടെ നോക്കുമ്പോൾ ഒരു സിംഹത്തിൻ്റെ കാൽപ്പാടുകൾ കണ്ടു. അതിനെ പിന്തുടർന്ന് പോയി. അങ്ങനെ പിന്തുടർന്ന് പോയപ്പോൾ സിംഹത്തിൻ്റെ ശരീരം കിടക്കുന്ന കണ്ടു. അത് മരിച്ചു കിടക്കുന്നു. അവിടെ നോക്കുമ്പോൾ ഒരു വാനരൻ്റെ കാൽപാദം കണ്ടു. ഈ കാൽപാദത്തെ പിന്തുടർന്ന് നേരെ വന്ന് വലിയ ഒരു ഗുഹയ്ക്കുള്ളിലേക്കാണ് ഈ കാൽപാദം പോയിരിക്കുന്നത്. ആ ഗുഹയ്ക്കുള്ളിൽ നല്ല ഇരുട്ടാണ്. ഭഗവാൻ പറഞ്ഞു, ഞാൻ പോയി നോക്കിയിട്ട് വരാം, ബാക്കിയുള്ളവരെയും കൊണ്ട് പോയാൽ നിങ്ങളെയും കൂടെ രക്ഷിക്കാൻ പറ്റിയെന്ന് വരത്തില്ല, ഞാൻ എൻ്റെ കാര്യം നോക്കാം എന്നുകൊണ്ട് ഭഗവാൻ നേരെ അതിനകത്തേക്ക് ചെന്നു. വളരെ ഉള്ളിലേക്ക് ചെന്നപ്പോൾ ആ ഗുഹയ്ക്ക് ഉള്ളിലായിട്ട് വളരെ വിശാലമായ ഒരു സ്ഥലത്ത് അവിടെ 2 കുട്ടികളിരുന്ന, ഒരാണും ഒരു പെൺകുട്ടിയും കൂടി ഇരുന്ന് ഈ മാല വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭഗവാൻ ചെന്ന് മാല ചോദിച്ചു. കുട്ടികളുടെ കയ്യിൽ കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ കൊടുത്ത ആൾ ചോദിച്ചാൽ പോലും പിന്നെ ആര് കൊടുക്കില്ല? കുട്ടികൾ കൊടുക്കുമോ? മനസ്സിലായില്ലേ? കളിപ്പാട്ടം കിട്ടിക്കഴിഞ്ഞാൽ അവർക്കത് രസം വന്നാൽ പിന്നെ കൊടുത്ത അമ്മ പറയാം, മോളെ ഇത് ഞാൻ അലമാരി വെക്കാൻ, വേണ്ട ഞാൻ വെച്ചോളാം എന്ന് പറയും. ശരിയല്ലേ? എപ്പോഴാണ് പിന്നെ ഇത് എടുത്ത് മാറ്റാൻ പറ്റുന്നത്? ഉറങ്ങിക്കഴിയുമ്പോഴാണ്. ഒന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ എടുത്ത് മാറ്റാം. അതുവരെയും ബോധത്തിൽ അവർ വിട്ടുകൊടുക്കില്ല. ഇതങ്ങനെയാണ്. ഈ ഇഷ്ടപ്പെട്ട് ഒരു വസ്തുവിനെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും വിട്ടുകൊടുക്കാൻ തയ്യാറാവില്ല. അപ്പോൾ ഈ മാല ഭഗവാൻ എന്ത് ചെയ്തു? പിടിച്ചിഞ്ഞെടുത്തു. ഭഗവാൻ പിടിച്ചെടുത്തപ്പോൾ ഇവർ ബഹളം വെച്ചു, കരച്ചിൽ തുടങ്ങി. പെട്ടെന്നാണ് അകത്ത് ധ്യാനത്തിലിരുന്ന ഈ വാനരൻ ചാടി പുറപ്പെട്ടു. തൻ്റെ മക്കളെ ആരോ ആക്രമിച്ചു. വന്നപ്പോഴാണ് ഇവിടെ ഒരിടത്ത് നിൽക്കുന്നു. നേരെ വന്നു, നീ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ മാല തേടി വന്നതാണ്, അതെൻ്റെ മക്കൾക്ക് ഞാൻ കളിക്കാൻ കൊടുത്ത മാല നീ എന്തിനാണ് എടുക്കുന്നത് ചോദിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധത്തിലായി. 27 ദിവസം നീണ്ടു നിന്നു എന്നാണ് പറയുന്നത് ഇവർ തമ്മിലുള്ള യുദ്ധം. ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. സർവത്തിനും ആധാരമായ ശക്തിയല്ലേ കൃഷ്ണൻ, അല്ലേ? കംസനെ പോലും ഒരു നിമിഷം കൊണ്ട് വധിച്ച, കുവലയപീഠത്തെ ഒറ്റയടിക്ക് വധിച്ച, അല്ലേ? ആ കംസൻ്റെ വില്ലെടുത്ത് ഒടിച്ച നിസാരക്കാരമായിട്ട് ചെയ്ത ഭഗവാന് ഒരു വാനരനെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. 27 ദിവസമായിട്ട് വാനരൻ കുഴയുന്നില്ല. വാനരനാകട്ടെ താൻ ഇന്ന് വരെ എല്ലാത്തിനെയും ഇടിച്ച് പരാജയപ്പെടുത്തിയിട്ടുള്ള ആളാണ്. ആ വാനരൻ നോക്കിയിട്ട് ഇവിടെ ഈ കൃഷ്ണനെയും തോൽപ്പിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോയി. 27 ദിവസത്തെ യുദ്ധം പൂർണ്ണമായപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ഈ കൃഷ്ണനെ പരാജയപ്പെടുത്താൻ പറ്റാത്തതെന്ന് വാനരൻ ചിന്തിച്ചപ്പോൾ അദ്ദേഹം രാമനെ മനസ്സിൽ സ്മരിച്ചു. അപ്പോഴാണ് നോക്കുമ്പോൾ കൃഷ്ണൻ്റെ ശരീരത്ത് രാമചിഹ്നങ്ങൾ തെളിഞ്ഞു വന്നു. അപ്പോഴേ എന്ത് ചെയ്തു? ഇവിടെ ഈ വാനരൻ തോറ്റു കൊടുക്കുകയല്ല, നേരെ അവിടെ ആ പാദത്തിലിരുന്ന് നമസ്കരിച്ചു. കാരണം അങ്ങ് എൻ്റെ രാമനാണ്. മനസ്സിലായില്ലേ? ഞാനത് അറിയാതെ പോയത് കൊണ്ടാണ് ഞാൻ യുദ്ധം ചെയ്തത്. ഈ വാനരൻ ആരാണെന്ന് ചോദിച്ചാൽ പൂർവ്വജന്മത്തിൽ അല്ലെങ്കിൽ പൂർവ്വതത്വത്തിൽ ചിന്തിച്ചാൽ ഭഗവാന്റെ പൂർവാവതാര കാലത്ത്, രാമാവതാര കാലത്ത് അവിടെ ജാംബവാൻ എന്ന് പറയുന്ന ഒരു വാനരനുണ്ടായിരുന്നു. വളരെ പ്രായമുള്ള ആളാണ്. ഈ ജാംബവാൻ ചിരഞ്ജീവിയാണ്. മനസ്സിലല്ലേ? വാമനാവതാരത്തിലും ഭഗവാനെ ദർശിച്ച ആളാണ് ആര്? ഈ ജാംബവാൻ. വാമനാവതാരത്തിൽ ആകാശം മുട്ട വളർന്നു നിന്ന് നമ്മൾ അളന്നെടുത്തു എന്നൊക്കെ പറയില്ലേ? ഈ സമയത്ത് ഭൂമിക്ക് 3 വലം വെച്ച് വാമനനെ തൊഴുത ആളാണ് ജാംബവാൻ. ഈ ഹനുമാനോട് ചാടാൻ നിനക്കേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ജാംബവാനാണ്. അപ്പം ജാംബവാൻ പറയുന്നുണ്ട്, ഇപ്പം ഞാൻ ഇച്ചിരി പ്രായം ചെന്നതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഈ ലങ്കയല്ല, ലങ്കയ്ക്ക് അപ്പുറം വരെ ചാടാൻ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജാംബവാൻ ഹനുമാനെ പ്രേരിപ്പിക്കുന്നത്. ഇതേ ജാംബവാൻ തന്നെയാണ് മൃതസഞ്ജീവനി കൊണ്ടുവരാനും ആരെ യാത്രയാക്കുന്നത്? ഹനുമാനെ യാത്രയാക്കുക. അപ്പോൾ അറിവ് കൊണ്ടും പ്രാപ്തി കൊണ്ടും. ഇപ്പോൾ രാമാവതാര കാലം കഴിഞ്ഞപ്പോൾ രാമൻ തിരികെ പോകുന്ന സമയത്ത് ജാംബവാൻ ചോദിച്ചു, ഭഗവാനെ അങ്ങയെ കണ്ടെൻ്റെ കൊതി അങ്ങോട്ട് തീർന്നിട്ടില്ല. മനസ്സിലായില്ലേ? എത്ര കണ്ടാലും മതി വരില്ലല്ലോ ഗുരുവായൂരപ്പ നിൻ്റെ രൂപം എന്നതുപോലെ എത്ര കണ്ടാലും മതി വരില്ലല്ലോ, കൊതി തീരില്ലല്ലോ ഭഗവാനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഭഗവാൻ പറഞ്ഞു, അടുത്ത വരാൻ പോകുന്ന അവതാരങ്ങളിലുമൊക്കെ നിനക്ക് എന്നെ കാണാം. എങ്ങനെയാണോ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നത് അതിനനുസരിച്ച് ഭഗവാൻ ആ രീതിയിൽ നമ്മളെ ചേർത്ത് പിടിക്കും. അങ്ങനെയാണ് ജാംബവാൻ ഈ ജന്മത്തിൽ കൃഷ്ണാവതാരത്തിൽ ഭഗവാനെ ദർശിക്കാനുള്ള ഭാഗ്യം ഉണ്ടായത്. ഇവിടെ രണ്ടുപേരും തമ്മിൽ യുദ്ധം നടന്ന് തോൽക്കാത്ത കാരണം എന്താ? ഇവിടെ ജാംബവാൻ്റെ ഉള്ളിൽ നിറയെ ഏത ശക്തിയാണ്? രാമശക്തിയാണ്. കൃഷ്ണനും അത് ഒന്ന് തന്നെയാണ്. ഇപ്പോൾ 2 ശക്തികൾ തുല്യമാണെങ്കിൽ അത് തമ്മിൽ ജയപരാജയം വല്ലതും ഉണ്ടാവുമോ? ഇപ്പോൾ സാധാരണഗതി നിങ്ങൾ വളരെ എളുപ്പം നിങ്ങളുടെ ശരീരത്തിൽ തന്നെ ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റും. നിങ്ങൾ ചിലർ പറയാം, എനിക്ക് വലത് കൈയാണ് നല്ല വാക്ക്, അല്ലേ? എന്തെടുക്കാനും പൊക്കാനും ഒക്കെ നോക്കുമ്പോൾ ഇടത് കൈക്ക് എത്ര വാക്ക് കുറവാണ് എന്ന് പറഞ്ഞു. ഈ 2 കൈയും കൂടെ നിങ്ങൾ പരസ്പരം ചേർത്ത് വെച്ചിട്ടൊന്ന് വലിച്ചു നോക്കേ. ഇടത് കൈക്കോ വലത് കൈക്കോ ഏത് കൈക്കായിരിക്കും ബലം കൂടുതൽ? 2 കൈക്കും തുല്യമായിരിക്കും. മനസ്സിലായില്ലേ? ഒറ്റയ്ക്കൊറ്റയ്ക്ക് പ്രയോഗിക്കുമ്പോൾ ഇടത് കൈക്കോ വലത് കൈക്കോ വാക്ക് പറയാം. 2 കൈയും ചേർത്ത് വെച്ച് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചാൽ അവിടെ നിൽക്കത്തതേ ഉള്ളൂ. 2 കൈയും ചേർത്ത് വെച്ചിട്ട് തെളിയാൽ അവിടെ നിൽക്കത്തേ ഉള്ളൂ. കാരണം എന്താ? ഇടതിലൂടെ വന്നതും വലതിലൂടെ വന്നതും ഒരേ ഊർജ്ജശക്തി തന്നെയാണ്. വ്യത്യസ്തമുണ്ടോ? അപ്പോൾ അവിടെ അതുപോലെ രാമനിലും കൃഷ്ണനിലും വന്ന ഊർജ്ജം ഒന്ന് തന്നെയാണ്. അത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? ഈ മാല അങ്ങ് കൊടുത്തു. മാല കൊടുത്തു എന്ന് മാത്രമല്ല, പകരം ജാംബവാൻ തൻ്റെ ഹൃദയത്തെ കൂടി ഭഗവാന് സമർപ്പിച്ചു. മനസ്സിലായില്ലേ? ഇവിടെ ഹൃദയത്തെ സമർപ്പിച്ചു എന്ന് പറയുന്നത് എങ്ങനെയാണ്?
തൻ്റെ മകളെ അങ്ങ് കൊടുത്തു. ഇവിടെയാണ് ഒരു സങ്കല്പം നമ്മൾ മനസ്സിലാക്കേണ്ടത്. പെൺകുട്ടികൾ പിതാവിൻ്റെ ഹൃദയമാണ്, മാതാപിതാക്കളുടെ ഹൃദയമാണ് പെൺകുട്ടികൾ എന്നൊരു സങ്കല്പമുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ആ ഹൃദയത്തെ പരിപൂർണമായും സംരക്ഷിക്കാൻ വേണ്ടി വരൻ്റെ കൈപിടിച്ചു കൊടുക്കുന്നത് വിവാഹത്തിൻ്റെ ഏറ്റവും വലിയ ചടങ്ങാണ്. വിവാഹത്തിലെ ഏറ്റവും വലിയ ചടങ്ങെന്ന് പറഞ്ഞാൽ താലികെട്ടക്കോ അല്ല. മനസ്സിലായില്ലേ? വിവാഹത്തിലെ ഏറ്റവും വലിയ ചടങ്ങ് മാതാപിതാക്കൾ കൈപിടിച്ച് കയ്യിൽ വെച്ച് കൊടുക്കലാണ്. സംരക്ഷിക്കേണ്ടവൻ്റെ കയ്യിലേക്ക് സംരക്ഷിക്കാൻ വേണ്ടി കൊടുക്കലാണ്. ആ കരം കൊണ്ട് നീ സംരക്ഷിക്കണം എന്നുള്ളത്. പാണീഗ്രഹണത്തിലാണ് പൂർണ്ണമായും വിവാഹാദി ചടങ്ങുകൾ പൂർണ്ണമാകുന്നത്. അപ്പോൾ മാതാപിതാക്കൾ ഇന്ന് അതൊന്നും അറിയാത്തതുകൊണ്ടാണ് പെൺകുട്ടി നേരെ അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ നാട്ടുകാരൻ്റെ കൈപിടിച്ച് പോകുന്നത്. മനസ്സിലായില്ലേ? ഒളിച്ചോട്ടവും രജിസ്റ്റർ മാരേജും ഒക്കെ ആയിട്ട് ഓടിപ്പോകുന്നത്. അവിടെ മാതാപിതാക്കളുടെ അനുഗ്രഹമില്ലാതെ പോകുന്ന അവസ്ഥയും ഒക്കെ അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. അപ്പം മാതാപിതാക്കൾ, അപ്പോൾ ഇവിടെ ജാമ്പവാൻ കൃത്യമായിട്ട് തൻ്റെ ഹൃദയത്തെ കൊടുത്തു എന്ന് പറയും. അപ്പോൾ ചോദിക്കുക, ആൺകുട്ടികളോ? ആൺകുട്ടികൾ മാതാപിതാക്കളുടെ ഐശ്വര്യമാണ്. കാരണം എന്താ? പിന്നീട് മാതാപിതാക്കളെ വാർദ്ധക്യത്തിൽ നോക്കേണ്ടതാരാ? ആൺകുട്ടികളാണ്. മനസ്സിലായില്ലേ? അതുകൊണ്ട് അവിടെ ഭാവി ഐശ്വര്യമാണ് ആൺകുട്ടികൾ, പെൺകുട്ടികൾ അവരെ ഹൃദയമാണ്. കാരണം സ്നേഹം എപ്പോഴും പെൺകുട്ടികളിൽ നിന്നും ഐശ്വര്യവും സമ്പത്തും ആൺകുട്ടികളിൽ നിന്നും വന്ന് മാതാപിതാക്കൾക്ക് ചേരണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് പ്രകാരം ഈ ജാമ്പവതിയെ സ്വീകരിച്ചു. ആ ജാമ്പവതി വിവാഹം കഴിച്ച് ഭഗവാൻ ഈ മാലയും കൊണ്ടുവന്നിട്ട് സത്രാജിത്തിനെ ആളയച്ചു വരുത്തിയിട്ട് പറഞ്ഞു, ഇതാ നിൻ്റെ മാല, എനിക്ക് നിൻ്റെ മാലയോടൊന്നും മോഹമില്ല, നിൻ്റെ ജീവൻ അപകടത്തിലാകാതിരിക്കാനാണ് ഞാൻ അന്ന് അത് പറഞ്ഞത്, നിൻ്റെ അനുജന് സംഭവിച്ചത് ഇതാണെന്നൊക്കെ പറഞ്ഞു കേൾപ്പി സത്രാജിത്തിന് സത്യം മനസ്സിലായി. അപ്പോൾ സത്യം മനസ്സിലാക്കാതെ ഭഗവാനെ തെറ്റിദ്ധരിച്ചത് കുറ്റബോധം വന്നു. അതിന് പ്രായച്ചിത്തമായിട്ട് ഭഗവാനോട് പറഞ്ഞു, ഭഗവാൻ ഈ മാല അങ്ങ് തന്നെ എടുത്തോളാം പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, ഒരിക്കലും വേണ്ടാന്ന് വെച്ചത്, ഇനി എനിക്ക് ആവശ്യമില്ല. കാരണം എന്ത് വിലപിടിപ്പുള്ളത് സമർപ്പിക്കുന്നതല്ല ഭഗവാൻ നോക്കുന്നത്, സമർപ്പിക്കുന്ന ആളുടെ മനോഭാവം എന്താണ് എന്നതിനനുസരിച്ചിട്ടാണ് സമർപ്പിക്കുന്ന വസ്തുവിന് വില കൽപ്പിക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമുക്ക് ഭാഗവതത്തിൽ പ്രകീർത്തിക്കുന്നില്ലെങ്കിലും ഭഗവാന്റേതായി പ്രചരിപ്പിക്കുന്ന ഒരു കഥ നമുക്കൊന്ന് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. ഒരിക്കലും ഈ വിവാഹങ്ങളൊക്കെ കഴിഞ്ഞ് കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇവിടെ സത്യഭാമയ്ക്കൊരാഗ്രഹം വന്നു, ഭഗവാനെ ഒന്ന് തുലാഭാരം തൂക്കിയാൽ കൊള്ളാം. ഈ തുലാഭാരത്തിനൊരു പ്രത്യേകതയുണ്ട്. തുലാഭാരം തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ആളിനേക്കാൾ കൂടുതൽ ഭാരം എതിർ തട്ടിൽ വെക്കണം. മനസ്സിലായില്ലേ? ആ തുല്യമായ ഭാരമല്ല, കൂടുതൽ വെക്കണം. ഒരു കാരണവശാലും കൂടുതൽ വെക്കാൻ പറ്റില്ലെങ്കിൽ ആ തുലാഭാരം തൂക്കിയത് വിപരീത ഫലം ഉണ്ടാക്കും. അപ്പോൾ സത്യഭാമ പറഞ്ഞു, ഭഗവാനെ അങ്ങേ എനിക്കൊന്നും തുലാഭാരം തൂക്കണം. ഭഗവാൻ പറഞ്ഞു, അതിനെന്താ, നിങ്ങൾ എന്ത് തൂക്കിയാലും തൂങ്ങാനാണ് ഞാൻ ഇരിക്കുന്നത് എന്ന് പറഞ്ഞു. നേരെ ഭഗവാനെ കൊണ്ടുവന്ന് ഇരുത്തി. സത്യഭാമയാണ് ഭഗവാന്റെ ഭക്തിമാരിൽ ഏറ്റവും സമ്പത്തുള്ളവൾ. അവൾ എന്ത് ചെയ്തു? സർവ്വവിധമായ രത്നം, കാരണം ഈ സത്രാജിത്തിൻ്റെ മകളാണ്. എല്ലാ ദിവസവും 8 കിലോ സ്വർണം വെച്ച് കിട്ടിയ വീട്ടിൽ നിന്ന് വരുന്ന പെണ്ണിന് സമ്പത്ത് കൂടുതലായിരിക്കുമല്ലോ. സർവ്വസമ്പത്തും കൊണ്ട് തട്ടി വെച്ചു. ഭഗവാനിന് തട്ട് താഴ്ന്നു നിന്നു. ആ സമയത്തൊക്കെ ഈ പട്ടുവസ്ത്രങ്ങളും രത്നങ്ങളും സ്വർണവും ഒക്കെ വെച്ചിട്ട് പോലും ഭഗവാനെ ഉയർത്താൻ സാധിച്ചില്ല. അങ്ങനെ വന്നപ്പോൾ കാര്യം എന്താ? ഞാനാണ് ഏറ്റവും സമ്പന്ന എന്ന് ബോധ്യപ്പെടുത്താനും കൂടിയിട്ടാണ്, എനിക്കിത്രയും ഭഗവാനെ തൂക്കാനുള്ള അത്രയും സമ്പത്ത് എൻ്റെ കയ്യിലുണ്ടെന്ന് മറ്റുള്ളവരെ കാണിച്ച് പ്രഥമ സ്ഥാനം കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആര് ചെയ്യുന്നത്? സത്യഭാമ ഈ തുലാഭാരം തൂക്കുന്നതിൻ്റെ ഉദ്ദേശം. അപ്പം മനസ്സ് അത്ര ശുദ്ധമല്ലാത്തത് കൊണ്ട് ഭഗവാൻ ഇരുന്ന് തട്ട് താഴ്ന്നു തന്നെ ഇരുന്നു. ബാക്കി എത്ര വെച്ചിട്ടും ഇവിടെ ഭഗവാന്റെ ശരീര തൂക്കത്തിൻ്റെ 10 ഇരട്ടി വെച്ചിട്ടുണ്ട്, പക്ഷേ എങ്കിലും ഭഗവാന്റെ തട്ട് താഴ്ന്നിരുന്നു. അവസാനം സത്യഭാമ എവിടെ എത്തി? രുക്മിണിയുടെ അടുത്തെത്തി. രുക്മിണിയോട് പറഞ്ഞു, ജ്യേഷ്ഠത്തി, ഞാനിതാ കൃഷ്ണ ഭഗവാനെ ഒന്ന് തൂക്കാൻ വേണ്ടി ശ്രമിച്ചു, പക്ഷേ ഞാൻ പരാജയപ്പെട്ടു. എന്തെങ്കിലും ഒരു ഉപായം പറഞ്ഞു തരണം, കാര്യം ഇല്ലെങ്കിൽ നാണക്കേടാണ് അല്ലേ? തൂക്കാൻ പോയിട്ട് തുലാഭാരം തൂക്കാൻ ഞാൻ സാധനം തികഞ്ഞില്ല എന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. അത് മാത്രമല്ല, തൂക്കാനുള്ളത് അത് തന്നെ വിപുലമായി മാറും. അപ്പോൾ അവിടെയാണ് രുക്മിണി കടന്നു വന്നിട്ട് രുക്മിണി ദേവി എന്ത് ചെയ്തു? ഈ വസ്തുക്കളെല്ലാം മാറ്റിയിട്ട് പകരം ഭക്തിയോടെ ഒരു തുളസിക്കതിരെടുത്ത് ഭഗവാനെ എന്ന് സ്മരിച്ചുകൊണ്ട് തട്ടി വെച്ചപ്പോൾ ആ തട്ട് താഴ്ന്നു, ഭഗവാന്റെ തട്ട് ഉയർന്നു. ഇവിടെ കൊടുത്ത വസ്തു വളരെ ചെറുതല്ലേ, ഒരു തുളസീദളമാണ്, പക്ഷേ അത് കൊടുത്ത മനസ്സ് വലുതാണ്. ഇവിടെ സത്യഭാമയ്ക്ക് എന്താ സംഭവിച്ചത്? കൊടുത്ത സമ്പത്ത് വലുതാണ്, പക്ഷേ കൊടുത്ത മനസ്സ് ചെറുതായിരുന്നു. മനസ്സിലായില്ലേ? അപ്പം വിശാലമായ മനസ്സോടുകൂടി വേണം ഭഗവാന് നമ്മളേതും സമർപ്പിക്കേണ്ടത്. അപ്രകാരം ഒരു ഭാവം നമുക്കാണ്. ഇവിടെ ഭഗവാൻ പറഞ്ഞു, എനിക്കതുകൊണ്ട് ഇനി സ്വർണവും രത്നമൊന്നും വേണ്ട, തിരിച്ചു കൊടുത്തു. അപ്പോൾ സത്രാജിത്തൊരു വളരെ ബുദ്ധി പ്രയോഗിച്ചു. എന്താ? അവിടെ തൻ്റെ മകളായിരുന്ന സത്യഭാമയെ ഭഗവാൻ വിവാഹം കഴിച്ചു കൊടുത്തു. ആ വിവാഹം കഴിച്ചു കൊടുത്ത് പെൺകുട്ടിയെ പറഞ്ഞു വിട്ടപ്പോൾ എന്ത് ചെയ്തു? ഈ മാലയും കൂടെ കഴുത്തിലങ്ങ് ഇട്ട് കൊടുത്തു. അപ്പോൾ പിന്നെ സുഖമായില്ല. ഭഗവാൻ പേടിച്ചില്ലെങ്കിൽ ഇതവിടെ ചെന്നു, ഭഗവാന്റെ സവിധത്തിൽ തന്നെ വന്നു ചേർന്നു. അങ്ങനെ സത്യഭാമയുടെ വിവാഹം കഴിഞ്ഞു. ഇത് കഴിഞ്ഞിട്ട് പിന്നീട് കാണുന്ന മിത്രാവിന്ദയുടെ വിവാഹമാണ്. കുറേ നാളിങ്ങനെ ജീവിതത്തിൽ മുന്നോട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴാണ് മിത്രയുടെ വിവാഹത്തിലേക്ക് വരുന്നത്. ഇവിടെ മിത്രയുടെ വിവാഹത്തിലേക്ക് വരുന്നത്, മിത്രയ്ക്ക് 2 സഹോദരങ്ങളുണ്ടായിരുന്നു. അവിടെ
ബിന്ദനും അരവിന്ദനും ഇവർ രണ്ടുപേരും ഭഗവാനെ എതിർക്കുന്ന ആൾക്കാരായിരുന്നു. മറ്റൊരു വിവാഹത്തിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന സമയത്താണ് മിത്രയ്ക്ക് ഭഗവാനോടുള്ള ഇഷ്ടം മനസ്സിലാക്കി ഭഗവാൻ പോയിട്ട് അവിടെ ചെന്ന് ആരെ സ്വന്തമാക്കുന്നത്? മിത്രയെ സ്വന്തമാക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഭഗവാനോടുള്ള ഭക്തിയോടുകൂടി ഭഗവാനെ സ്മരിച്ച് സ്വയം സമർപ്പിതമായ ആളാണ് കാളന്തി. ഭഗവാൻ കാളന്തിയെ സ്വീകരിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ സത്യ എന്ന് പറയുന്ന ഒരു രാജാവിൻ്റെ മകളാണ്. പൂർവ്വജന്മത്തിൽ സ്വാഹ എന്ന ദേവി, അഗ്നിയുടെ ഒപ്പം ചേരുന്ന സ്വാഹ എന്ന ദേവിയാണ് ഇവിടെ സത്യയായിട്ട് വരുന്നത്. ആ ജന്മത്തിൽ ഭഗവാന്റെ കൃഷ്ണൻ്റെ രൂപം കൃഷ്ണൻ ജനിക്കുന്നതിന് മുമ്പേ കണ്ട ഭാഗ്യവതിയാണ് സത്യ. അതെങ്ങനെയാണ് കണ്ടതെന്ന് ചോദിച്ചാൽ ലക്ഷ്മി ദേവി ചോദിച്ചു, ഭഗവാനെ അങ്ങയുടെ അവതാരങ്ങളൊക്കെ അങ്ങ് അനവധി എടുക്കുമല്ലോ, ഈ അവതാരങ്ങളിൽ വെച്ച് അങ്ങ് ഏറ്റവും സുന്ദരമായ അവതാരം ഏതാ എടുക്കുന്നത് ചോദിച്ചു. അന്ന് ലക്ഷ്മിക്ക് കാണാൻ വേണ്ടി മാത്രം ഭഗവാൻ കൃഷ്ണ അവതാരം അഡ്വാൻസ് ആയിട്ടൊന്ന് എടുത്ത് കാണിച്ചു. മനസ്സിലായില്ലേ? ആ സമയത്ത് ഈ ലക്ഷ്മി ദേവിയുടെ തോഴിയായി ഒപ്പം ഉണ്ടായിരുന്ന ദേവിയാണ് സ്വാഹ. ആ ദേവി അന്ന് കണ്ട് മോഹിച്ചു. അപ്പോൾ അന്ന് തൊട്ട് അതിന് ശേഷമാണ് അഗ്നിയുടെ പത്നിയാവാൻ വിഷ്ണു ഭഗവാനാൽ പ്രേരിതമായി ആ ജന്മത്ത്. അത് കഴിഞ്ഞിട്ടാണ് ഈ രാജാവിൻ്റെ നാഗജിത്ത് എന്ന് പറയുന്ന രാജാവിൻ്റെ മകളായി ജനിച്ചു. അവിടെ ആകട്ടെ വളരെ ഉത്തമനായിട്ടുള്ള രാജാവാണ്. അദ്ദേഹം ഒരു വീരപരീക്ഷ വെച്ചു. 7 കാളകളെ, കൂറ്റൻ കാളകളെ അഴിച്ചുവിടും. ആ കാളകളെ ആരാണോ പിടിച്ചു കിട്ടുന്നത് അവർക്ക് മകളെ വിവാഹം കഴിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അവിടെ പലരും ചെന്നു. ആ ചെന്ന സ്ഥലത്താണ് കൃഷ്ണൻ ചെന്നു. 7 കാളകളെ അഴിച്ചുവിട്ടു. ഭഗവാനാവട്ടെ നിസ്സാരമായി 7 കാളകളെയും ബന്ധിച്ചു. ഇവിടെ 7 കാളകളെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ മനോന്ദ്രിയങ്ങളിലൂടെ കടന്നു പോകുന്ന 7 ചക്രങ്ങളെയാണ് പറഞ്ഞത്. അതിനെ ഏകഭാവത്തിൽ ഒരൊറ്റ ചരടി ബന്ധിച്ചു. കാരണം ആത്മബോധമാകുന്ന ചരടി ബന്ധിച്ചപ്പോൾ സത്യ എന്ന പത്നിയെ ഒപ്പം കൂട്ടി. അത് കഴിഞ്ഞ് പിന്നീട് പോകുന്നത് അവിടെ ഭദ്ര എന്ന പെൺകുട്ടിയെ വിവാഹം കഴിക്കുകയാണ്. ഇവിടെ ഭദ്രയെ വിവാഹം കഴിക്കുമ്പോൾ ഒരു പരീക്ഷയുണ്ടായിരുന്നു. ആ പരീക്ഷയിൽ അർജുനൻ പോലും പരാജയപ്പെട്ടതാണ്. കാരണം അർജുനൻ പോലും പാഞ്ചാലി വിവാഹം കഴിക്കുന്നത് ഒരു കിളി കറങ്ങുമ്പോൾ കിളിയെ നോക്കി അമ്പെയ്തിട്ടാണ്. ഇവിടെ ഭഗവാൻ ഇവിടെ വിവാഹം കഴിക്കാൻ ചെല്ലുമ്പോൾ എന്താ, ആദ്യം അർജുനനോട് പറഞ്ഞു വേണമെങ്കിൽ ഒരു കൈ നോക്കിക്കോളൂ, അർജുനാണ് ഏറ്റവും വലിയ വില്ലാളി വീരൻ എന്ന് പറഞ്ഞത്. അത് ഇവിടെ പ്രത്യേകിച്ച് ഒരു കൂടിനകത്താണ് ഈ കിളി ഉള്ളത്. ഈ കൂടും കറങ്ങിക്കൊണ്ടിരിക്കും. കിളിക്കൂടും കറങ്ങുന്നതനുസരിച്ച് കിളിയും അതിനകത്ത് കറങ്ങും. ഇതിനെ താഴെ വെള്ളത്തിൽ നോക്കിയിട്ട് ഈ വെള്ളത്തിൽ നോക്കിക്കൊണ്ട് ഈ കിളിയെ അമ്പെയ്ത് കൊള്ളിക്കണം. അപ്പോൾ അവിടെ അർജുനന് അതിൻ്റെ അടുത്ത് വരെ ചെന്നു. പക്ഷേ അർജുനനും കിളിയെ തൊടാൻ സാധിച്ചില്ല. കൂട്ടിലെ ഇത് മാറി. അപ്പോഴാണ് പിന്നെ ഭഗവാൻ നേരെ വന്ന് അമ്പെയ്ത് ഭഗവാൻ അവിടെ ആ രീതിയിൽ ഭദ്രയെ സ്വന്തമാക്കി. അത് കഴിഞ്ഞ് ഭഗവാൻ കൃഷ്ണയെയും കൂടി വിവാഹം കഴിച്ചു. അങ്ങനെ 8 പേരാണ് ഭഗവാന്റെ പത്നിമാരായി മാറുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഒരു 16,000 16,100 എന്നൊക്കെ പറയുന്ന സംഖ്യ കൂടി നമുക്കൊന്ന് ചിന്തിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. കാരണം നാളെ ഒട്ടനവധി ഭാഗങ്ങളുള്ളത് കൊണ്ട് നമുക്ക് മാറ്റി വെക്കാതെ പെട്ടെന്നൊന്ന് പറഞ്ഞു നമുക്ക് പൂർണ്ണമാക്കാം. ഇവിടെ ഈ ഭൂമാസുരൻ എന്ന് പറയുന്ന നരകാസുരൻ്റെ തടവറയിലുണ്ടായിരുന്നവരാണ് ഈ ആൾക്കാർ, ഇത്രയും പേര്. ഈ നരകാസുരൻ എന്ന് പറയുന്നത് വരാഹ അവതാര സമയത്ത് വരാഹമൂർത്തി തേറ്റമേൽ ഭൂമിയെ കൊണ്ടുപോയപ്പോൾ പുളകിതഗാത്രയായ ഭൂമിദേവി ഗർഭം ധരിച്ച് അതിൽ ജനിച്ച കുട്ടിയാണ് നരകാസുരൻ. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ വിഷ്ണുവിൻ്റെ വരാഹമൂർത്തിയുടെ പുത്രൻ തന്നെയാണ്. അതുകൊണ്ട് ഭഗവാൻ അല്ലാതെ വേറൊരാൾക്കും നരകാസുരനെ വധിക്കാൻ സാധിക്കത്തില്ല. നരകാസുരനായിട്ട് ദിഗ്വിജയം നടത്തി. ദിഗ്വിജയത്തിന് പോകുന്ന സമയത്ത് പരാജയപ്പെടുന്ന രാജാക്കന്മാരുടെ വീട്ടിൽ നിന്നെല്ലാം അവിടെയുള്ള കന്യകമാരെ മുഴുവൻ പിടിച്ചുകൊണ്ടുവന്ന് തടവറയിൽ സ്വന്തമാക്കി വെച്ചിരിക്കുകയാണ്. നാരദർ ഈ വൃത്താന്തം ഭഗവാനെ അറിയിച്ചു. കൂടാതെ നാരദർ എന്ന് ഈ പെൺകുട്ടികളോടും പറഞ്ഞു, എന്നും ഇങ്ങനെ തടവി കിടന്നാൽ മതിയോ? അതിനെന്ത് വേണം? രക്ഷപ്പെടണമെങ്കിൽ നിങ്ങൾ ആരെ സ്തുതിക്കണം? ഭഗവാനെ അഭയം പ്രാപിക്കാൻ പറഞ്ഞു. ഭഗവാനെ രക്ഷകനായി കാണാൻ പറഞ്ഞു. അങ്ങനെ ഇവരെല്ലാവരും ഭഗവാനെ പ്രാർത്ഥിച്ചു. ഇത് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ പരിപൂർണമായിട്ടും ഈ നരകാസുരനിൽ നിന്ന് ഈ കന്യകമാരെ മോചിപ്പിക്കാൻ വേണ്ടി ഭഗവാൻ പോകുന്നുണ്ട്. ഇവിടെ ഒരു പ്രത്യേകത കൂടി പറയാനുള്ളത്, ഗരുഡൻ്റെ പുറത്താണ് പോകുന്ന സമയത്ത് സത്യഭാമയെ കൂടെ കൂട്ടിയിട്ടാണ് പോകുന്നത്. സത്യഭാമ സമേതനായിട്ടാണ് നരകാസുരനെ വധിക്കാൻ പോകുന്നത്. എന്തുകൊണ്ടാണ് ഇവിടെ സത്യഭാമയെ കൂട്ടിയതെന്ന് ചോദിച്ചാൽ, സത്യഭാമ ഭൂമിദേവിയാണ് സത്യഭാമയായി ജന്മമെടുത്തിട്ടുള്ളത്. മനസ്സിലായില്ലേ? ഭൂമിയാണ് സമ്പത്തിൻ്റെ അതിസ്വരൂപം. അത് രത്നഗർഭൻ. അതാണ് സത്യഭാമയ്ക്ക് സമ്പത്ത് കൂടുതലുള്ള സത്രാജിത്തിൻ്റെ മകളായിട്ടൊക്കെ ജനിച്ചു എന്ന് പറയുന്നതിൻ്റെ തത്വം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഭൂമിയുടെ സംരക്ഷണ കവചം, അമ്മയുടെ അനുഗ്രഹമുള്ളിടത്തോളം കാലം നരകാസുരനെ വധിക്കാൻ സാധിക്കില്ല എന്ന് ഭഗവാൻ അറിയാം. അപ്പോൾ യഥാർത്ഥ അമ്മയെ തന്നെ കൂടെ കൂട്ടിക്കൊണ്ടുപോയിട്ടാണ്, മനസ്സിലായില്ലേ, അവസാനം നരകാസുരൻ വധിക്കപ്പെടേണ്ടതാണ് എന്ന് സത്യഭാമയെ കൊണ്ട് പറയിപ്പിച്ചിട്ടാണ് ആര് വധിക്കുന്നത്? ഇവിടെ കൃഷ്ണൻ വധിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ സത്യഭാമയെ ഒപ്പം കൂട്ടിയത്. ഇവിടെ രുക്മിണിയായി വരുന്നത് ശ്രീദേവിയാണ്. അതുകൊണ്ടാണ് പരിപൂർണമായി ലക്ഷ്മിയാണോ എന്ന് ചോദിച്ചാൽ ലക്ഷ്മിയുടെ അംശഭാഗങ്ങളാണ് ഇതൊക്കെയായിട്ട് പരിണമിക്കുക. ശ്രീദേവിയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ആദിലക്ഷ്മിയായി രുക്മിണിയായി വന്നത്. അതിനകത്താണ് ഭൂമിദേവി ഇവിടെ
സത്യഭാമയാണ്. അങ്ങനെ നേരെ നരകാസുരൻ്റെ അടുത്തെത്തി. നരകാസുരന് 5 കോട്ടകളുണ്ട്. ഈ 5 കോട്ടകൾ ഓരോ വസ്തുക്കളായിട്ടാണ് പഞ്ചഭൂത നിർമ്മിതമായി ഈ കോട്ടകളെ തകർത്തു. ഈ കോട്ടയ്ക്കകത്ത് തന്നെ അദ്ദേഹത്തിന് മുരൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു ഭീകരനായ ഒരു സുഹൃത്തുണ്ട്. ഈ മുരനെ വധിച്ചതുകൊണ്ടാണ് മുരഹരി എന്ന പേര് വിഷ്ണുവിന് വരുന്നത്. ആ മുരനെയൊക്കെ വധിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ നരകാസുരനുമായിട്ട് യുദ്ധത്തിലേർപ്പെട്ടു. നരകാസുരനെ വധിച്ച് ഈ സ്ത്രീകളെ മുഴുവൻ മോചിപ്പിച്ചു. ഈ സ്ത്രീകളോട് ഭഗവാൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വീടുകളിലേക്ക് പോകാൻ പറഞ്ഞു. ഈ സ്ത്രീകൾ ഭഗവാനോട് ചോദിച്ചു, ഭഗവാനെ അങ്ങ് എന്താണ് പറയുന്നത്? അങ്ങക്ക് കാര്യങ്ങളൊക്കെ അറിയാലോ. കുറേ കാലമായി വീട്ടിൽ നിന്ന് അപഹരിക്കപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന ഒരാളിൻ്റെ തടവറയിൽ ഞങ്ങൾ താമസിച്ച് നാട്ടിൽ ചെന്നാൽ ഞങ്ങൾ ശുദ്ധയാണെന്ന് നാട്ടുകാർ അംഗീകരിക്കൂ. അങ്ങക്ക് ഇതൊക്കെ അറിയാവുന്നില്ല. എന്താ ഈ അറിയാവുന്നതല്ലേ എന്നൊരു ചോദ്യം വന്ന്, അങ്ങക്ക് സാക്ഷാൽ ലക്ഷ്മി ദേവി സീതയായി വന്നിട്ട് പോലും രാവണൻ്റെ തടവറയിൽ കിടന്നിട്ട് തിരിച്ചു വന്നപ്പോൾ അല്ലേ സീത പരിശുദ്ധയല്ല എന്ന് പറയുന്നത് ആര് കേൾക്കേണ്ടി വന്നു? രാമൻ കേൾക്കേണ്ടി വന്നു. അപ്പോൾ അത്രയും ഉന്നതമായ തലത്തിൽ ഇത് കേൾക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരായ ഞങ്ങളുടെ അവസ്ഥ എന്തായിരിക്കും? വീട്ടുകാർ അംഗീകരിക്കില്ല. അപ്പോൾ ഇത്രയും കാലം വേറെ എവിടെയെങ്കിലും പോയി ജീവിച്ച് തെറ്റായ വഴിയിലോ ആണോ ശരിയായ വഴിയാണോ ഞങ്ങൾക്കറിയാം, പക്ഷേ വീട്ടുകാർക്കത് അറിയില്ല. അതുകൊണ്ട് വീട്ടുകാരും സമൂഹവും ഞങ്ങളെ മോശമായി കാണും. ഇനി ആരും ആശ്രയം ഇല്ലാതെ വന്നാൽ ഞങ്ങൾ തെറ്റായ പ്രവണതയിൽ ജീവിക്കേണ്ടി വരും. ഞങ്ങൾ തെറ്റായ പ്രവണതയിൽ ജീവിച്ചാൽ സമൂഹം അതിൻ്റെ പേരിൽ ദുഷിക്കപ്പെടും. അപ്പം ഞങ്ങൾക്കൊക്കെ ആശ്രയം അങ്ങ് രാജാവ് എന്നുള്ള നിലയിൽ അശരണരായ ആൾക്കാരെ സംരക്ഷിക്കേണ്ടത് ആരുടെ ചുമതലയാണ്? അങ്ങയുടെ ചുമതലയാണ്. ആ അർത്ഥത്തിൽ അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണം. പിന്നെയോ ഞങ്ങളെ ഇപ്പോൾ ഈ ദുഃഖത്തിൽ നിന്ന് രക്ഷിച്ചതും അങ്ങാണ്. എല്ലായ്പ്പോഴും നാളെ ഈ ദുഃഖം ആവർത്തിക്കപ്പെടാം. അപ്പോൾ അതുകൊണ്ടും ഞങ്ങളെ രക്ഷകനായി എല്ലായ്പ്പോഴും അങ്ങേക്ക് വരാൻ പറ്റുന്നത്. അതുകൊണ്ട് അങ്ങയിൽ തന്നെ ഞങ്ങൾ ശരണം പ്രാപിക്കുകയാണ് എന്ന് പറഞ്ഞു. ഇത് മാത്രമല്ല, അത് കഴിഞ്ഞ് ഇവർ പറഞ്ഞു, ഭഗവാനെ ഞങ്ങൾ മോശക്കാരികളായ സ്ത്രീകളായി ലോകം ഞങ്ങളെ മുദ്ര കുത്താതിരിക്കണമെങ്കിൽ ഞങ്ങൾക്കൊരു പേര് വേണം. എന്ത് പേരാണ്? കൃഷ്ണഭഗ്നിമാരാണെന്നൊരു പേര് വേണം. കൃഷ്ണൻ അംഗീകരിച്ചാൽ പിന്നെ അത് സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ട്. മനസ്സിലായില്ലേ? കൃഷ്ണൻ്റെ ഭാര്യമാരെന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾ പോലും മോശക്കാരികളാണെന്ന ഭാവത്തിൽ ഞങ്ങളെ നോക്കാൻ പോലും ഭയം വരും. മനസ്സിലാവുന്നുണ്ടോ? കാരണം കൃഷ്ണൻ അങ്ങനെ തിരിച്ച് പ്രതികരിക്കുന്ന ആളാണ്. അതുകൊണ്ട് കൃഷ്ണൻ്റെ ഭഗ്നിമാരെന്നുള്ള സുരക്ഷിതമായ കവചം ഞങ്ങൾക്കുണ്ടാകണം എന്ന് അവർ പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥിക്കുന്ന വേളയിൽ തന്നെ ഇവരെല്ലാവരും ഭഗവാനെ മനസ്സുകൊണ്ട് സ്വന്തമാണെന്ന് കരുതി അവർ മാനസ ഈശ്വരനായി ഭഗവാനെ വരിച്ചു. അങ്ങനെയാണ് ഈ 16,000 ആൾക്കാരെയൊക്കെ ആരെ സ്വന്തമാക്കുന്നത്? ഭഗവാനെ ഒരേ സമയം തന്നെ ഒരേ കൃഷ്ണൻ എല്ലാ രൂപത്തിലും ഓരോരുത്തരുടെ മുന്നിലായി അവരെല്ലാവരും ഒരേ സമയത്ത് വരിച്ചു. എല്ലാവരുടെ ഉള്ളിലുള്ള കൃഷ്ണനെ തന്നെ അവർ വരിച്ചു. അങ്ങനെ കൃഷ്ണൻ്റെ ഭഗ്നിമാരെന്നുള്ള നിലയിൽ ഇത്രയും വലിയ സംഖ്യ വന്നു ചേർന്നു. ഇനി ഇവിടെ കൃഷ്ണൻ്റെ ഭഗ്നിമാരെന്ന സംഖ്യ വെച്ചിട്ട് നമ്മളൊന്ന് കണക്കൂട്ടി നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ 16,008 16,108 എന്ന സംഖ്യ വേണമെങ്കിലും എടുക്കാം. ഈ സംഖ്യ എടുത്തിട്ട് ഒരു വർഷമെന്ന് പറഞ്ഞാൽ 365 ദിവസമാണല്ലോ. 365 ദിവസത്തെ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഈ പത്നിമാരുടെ ഈ സംഖ്യയെ ഒന്ന് ഭാഗിച്ച് നോക്കിയാൽ ഒരു തവണ ഒരു ദിവസം ഒരാളിനോടൊപ്പം ഭഗവാൻ താമസിക്കണം. ഏറ്റവും കുറഞ്ഞത് വിവാഹം കഴിച്ച പത്നിയോടൊപ്പം ഒരു ദിവസം താമസിക്കണമല്ലോ. അപ്പോൾ ഒരു ദിവസം ഒരു പകൽ ഒരു രാത്രി ഭഗവാൻ താമസിച്ചു എന്ന് വെക്കുക. അങ്ങനെ താമസിക്കണമെങ്കിൽ 43 വർഷവും 86 ദിവസവും എടുക്കും ഏറ്റവും കുറഞ്ഞത്. മനസ്സിലായില്ലേ? കാരണം ഈ സ്റ്റാൻഡിൽ നിന്ന് വണ്ടി ഓടി തിരിച്ച് ഈ സ്റ്റാൻഡിൽ വരാൻ. മനസ്സിലായില്ലേ? ഒരു ഭാര്യ അടുത്ത് പോയി എല്ലാവരുടെ അടുത്തും ഒരു ദിവസമെങ്കിലും പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ 43 വർഷവും 86 ഏതാണ്ട് 3 മാസവും എടുക്കും. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. അസംഭവ്യമായൊരു കണക്കാണ് എന്ന് നമുക്ക് കാണാം. അപ്പോൾ ഭഗവാനെ പരിപൂർണമായും ആശ്രയിച്ച സർവരെയും, ഇനി ആരൊക്കെയാണോ ഭഗവാനെ ആശ്രയിക്കുന്നത്, ഭഗവാനെ എനിക്ക് നിൻ്റെ ലേബല് മാത്രം മതി, നീയാണ് എൻ്റെ സ്വന്തം എന്ന് പറയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന നിലയിൽ നമുക്കെല്ലാവർക്കും അല്ലേ, നമുക്ക് ഈ നരകാസുരൻ്റെ തടവറയിൽ നിന്ന് മോചിക്കപ്പെടാം. ഈ നരകാസുരൻ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ആണെന്ന് പറഞ്ഞു. നമ്മളൊക്കെ ഈ ഭൂമിയിൽ ജനിച്ചവരാണ്. ഒരർത്ഥത്തിൽ ഈ ഭൂമിയിലുള്ള സുഖങ്ങളിൽ നമ്മളെല്ലാം ബന്ധിക്കപ്പെട്ട് ഇതാണ് നല്ലതെന്ന് പറഞ്ഞ് കിടക്കുകയാണ്. അതാണ് നരകാസുരൻ്റെ തടവറ. മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് നമ്മൾ മോചിക്കപ്പെടണം. മനസ്സിലാവുന്നുണ്ടോ? മോചിക്കപ്പെട്ട് ഭഗവാനെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച് ഈ ഭൗതികമായി ഭൂമിയിൽ നിന്ന് കിട്ടുന്ന സുഖങ്ങളല്ല എനിക്ക് വേണ്ടത്, സാക്ഷാൽ ഭഗവാനെ അനുഭവിക്കുന്ന സുഖങ്ങളാണെന്ന ബോധത്തിലേക്ക് എത്തിക്കൊണ്ട് നമ്മൾ ഭഗവാനെ നേടാനാണ് ഭഗവാന്റെ പത്നിമാർ നമ്മളെ പ്രേരിപ്പിക്കുന്നതെന്ന് ചിന്തിക്കുക. ഇവിടെ